بسم الله الرحمن الرحيم. شراب الحب يعرف بالمذاق، وما كل السقاة له بساق. شراب الحب يعرف بالمذاق، وما كل السقاة له بساق. أحب الله عن أدب وصدق، ولا أرضى سوى التقوى خلاق. شراب الحب يعرف بالمذاق، وما كل السقاة له بساق. شراب الحب يعرف بالمذاق، وما كل السقاة له بساق. أحب الله عن أدب وصدق، ولا أرضى سوى التقوى خلاقي. إذا ما عشت لا أنسى إلهي، به أسمو من الأخرى المراقي. يعز علي ترك الحب عندي، ولو بلغت بي الروح التراقي. تركت جميع خلق الله دوني، شغلت عن الخلائق باشتياقي. മമ്പുറം മക്കാമിന്റെ ചാരത്ത് ഞങ്ങൾ 10 വർഷം പൂർത്തീകരിക്കുന്നു. മമ്പുറം ബുക്ക് സ്റ്റാൾ, ഓഡിയോസ് ആൻഡ് ക്യാപ് മാർട്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. മക്കാമിന് സമീപം മമ്പുറം. അതിരുകളില്ലാത്ത ആത്മീയ സംതൃപ്തി നേടി സയ്യിദ് അലവി തങ്ങളുടെ അരികത്തെത്തുമ്പോൾ നിങ്ങൾ സ്വന്തമാക്കാൻ കൊതിച്ച ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലും ഗുണമേന്മയിലുമൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഭക്തി നിർഭരതയുടെ ആഴങ്ങളിൽ ഊളിയിടാൻ പതിനായിരങ്ങളെത്തും മമ്പുറം മക്കാമിന് ചാരത്ത്. നിങ്ങൾ തേടിയ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി ഒരു സമ്പൂർണ്ണ സൂപ്പർ മാർക്കറ്റ്. കിതാബുകൾ, പ്രഭാഷണ സീഡികൾ, ഭക്തിഗാനങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, മാപ്പിളപ്പാട്ട് സീഡികൾ, മികച്ച ഇനം തൊപ്പികൾ, പെർഫ്യൂമുകൾ, തസ്ബീഹ് മാലകൾ, കാലിഗ്രഫി ഫ്രെയിമുകൾ, മോതിരങ്ങൾ, ദഫുകൾ, ഭക്തിപകരും ഇസ്ലാമിക് ഉൽപ്പന്നങ്ങൾ എല്ലാം സമ്പൂർണ്ണതയോടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. മമ്പുറം ബുക്ക് സ്റ്റാൾ, ഓഡിയോസ് ആൻഡ് ക്യാപ് മാർട്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. മക്കാമിന് സമീപം മമ്പുറം. ഫോൺ 04942460 9895147846. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا وقائدنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم، عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربكم أعلم بما في نفوسكم، إن تكونوا صالحين فإنه كان للأوابين. ربكم أعلم بما في نفوسكم، إن تكونوا صالحين فإنه كان للأوابين غفورا. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا.
وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا صدق الله مولانا العلي العظيم صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം, അവനിൽ നിന്നുള്ള ഹിദായത്ത്, സന്മാർഗം എല്ലാം എപ്പോഴും നമുക്കും സർവ്വ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു എന്നും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിവാഹ ധൂർത്തിൻ്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്ന ഒരു മനോഹരമായ ടൈറ്റിലിലാണ് ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നു കഴിഞ്ഞത്. ഖല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. സൂറത്തുൽ അലഖിൽ അല്ലാഹു പറയുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ സൂറയിൽ ഖല്ലാ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയും അല്ല സംഭവിക്കുക. ഖല്ലാ, നിങ്ങളുടെ ധാരണകൾ തെറ്റാണ്, സംഭവിക്കുന്ന മറ്റൊന്നാണ്. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ, ലയത്ഗാ, മനുഷ്യൻ അതിരുകടന്ന് പെരുമാറും. എപ്പോ? അർആഹു ഇസ്തഗ്ന, എൻ്റെ കയ്യിൽ കുറേ പൈസയൊക്കെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു ധനികനാണല്ലോ, ഞാനിപ്പോൾ ഒരു പൈസക്കാരനാണല്ലോ എന്ന തോന്നൽ വരുമ്പോഴേക്കും മനുഷ്യനിൽ അതിരുകടന്ന സ്വഭാവങ്ങൾ കണ്ടു തുടങ്ങും എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്തിൻ്റെ ഭാഗമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. ധൂർത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കടപ്പെടലുകളും ഒരുപാട് അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതുണ്ടാകുന്നത് എപ്പോഴാണ്? അർആഹു ഇസ്തഗ്ന, കയ്യിൽ കാശ് വരുമ്പോഴാണ്. കാശില്ലാത്തവൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ. മനുഷ്യനിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണിത്. അത് സമ്പത്തുണ്ടാകുന്ന പക്ഷം മനുഷ്യൻ ഒരുതരം അഹങ്കാരത്തിൻ്റെ പൊസിഷനിലേക്ക് ഇങ്ങനെ ഉയരാൻ നിൽക്കുമെന്നാണ്. അതുകൊണ്ടാണ് സമ്പത്ത് കയ്യിൽ വരുമ്പോൾ തൻ്റേതായൊരു അഭിപ്രായം പറയാനൊക്കെ ഒരു ഉത്സാഹം തോന്നും. സമ്പത്തുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ പൊതുവായ നിയമങ്ങളെയൊക്കെ ഒന്ന് പുച്ഛിക്കുകയോ അല്ലെങ്കിൽ ഇത് എനിക്ക് ബാധകമല്ലെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്ന പദപ്രയോഗങ്ങൾ, പെരുമാറ്റങ്ങൾ ചില മുതലാളിമാരെന്നൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഖുർആനിൻ്റെ ഈ ആശയമാണ്. അത് മനുഷ്യൻ്റെ സഹജമായൊരു രോഗമാണ്. പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നടക്കും എന്ന് മനുഷ്യന് തോന്നിത്തുടങ്ങും. ഇതൊരു അസുഖമാണ്. ഈ അസുഖത്തെ ചികിത്സിക്കലാണ് നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് കിട്ടേണ്ടത്. ചികിത്സ എങ്ങനെ വേണം? മനസ്സിൽ നിന്ന് വേണം, ചിന്തയിൽ നിന്ന് വേണം. പരിശുദ്ധ ഇസ്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ താദാത്മ്യം ചെയ്യുന്നോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഫലം. നമ്മൾ കുറേ സങ്കടപ്പെട്ടു പോയിട്ട് എന്താണ് കാര്യം? നമ്മൾ പറഞ്ഞു അവിടെ അങ്ങനെ കുറേ കല്യാണങ്ങൾ, കുറേ കോമാളി വേഷം കെട്ടുന്ന പുതിയാപ്പിള്ളാരും കുറേ കാടൻ വേഷം കെട്ടുന്ന കുറേ പുതിയണ്ണുകളും ഇതൊക്കെ നടക്കുന്നുണ്ട് പത്രവാർത്തകൾ, ഇതൊക്കെ നമ്മൾ അറിയുന്നു. പരിഹാരം എന്താ? അവബോധമുണ്ടാകണം. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. لقد كان لكم في رسول الله أسوة حسنة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ടല്ലോ. കല്യാണത്തിലും മാതൃകയുണ്ട്, സൽക്കാരത്തിലും മാതൃകയുണ്ട്, പൊരയിലും മാതൃകയുണ്ട്, ഭാര്യയിലും മക്കളിലും ഒക്കെ മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന. ആർക്കാ മാതൃക എന്നറിയോ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അല്ലാഹുവിനെയും പരലോകവും ആഗ്രഹിക്കുന്നവർക്ക്. അള്ളാഹുവിനെ പറ്റി ബോധം തന്നെ ഇല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കോലം കെട്ടലും ഈ അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞത്
നമ്മുടെ മെറ്റഫോർ അല്ല, ശരിക്കും തല്ലി നശിപ്പിക്കുക തന്നെ. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് ലിമൻ കാന യർജുല്ലാഹ്, അവർക്ക് അള്ളാഹിനെ പറ്റി ബോധം കൊടുക്കണം. അപ്പോഴതൊരു പരിഹാരം അതാണ്. വൽ യൗമൽ ആഖിർ, പൊന്നു സഹോദരൻ മരിച്ചുപോയി ഖബറിൽ കിടക്കണമെന്ന ബോധം അവന് കൊടുക്കണം. വദക്കറ അല്ലാഹ കസീറ, അള്ളാഹുവിനെ സംബന്ധിച്ച് എപ്പോഴും ധാരാളം ചിന്തിക്കുകയും ദിക്ർ ചൊല്ലുകയും ചെയ്യുന്ന ആളുകൾക്ക് എവിടെ മാതൃകയുണ്ട്? അഷ്റഫുൽ ഖൽഖിൽ മാതൃകയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും ഇല്ലാത്തവരോട് നമ്മൾ ഈ കഥ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഒന്നുകൂടെ താഴേക്ക് പിന്നെയും ഇറങ്ങി വരണം. നമ്മുടെ യങ് ജനറേഷന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേ പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേദ പറഞ്ഞു പോകാം, പ്രസംഗിക്കാം, ക്യാമ്പയിൻ നടത്താം. ഒരു കൊല്ലം കഴിഞ്ഞാൽ മറക്കും, അത് കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടതൊക്കെ പിന്നെയും നടക്കും. അപ്പോൾ സമൂലമായ മാറ്റത്തിന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വേണം. അവർക്ക് ഇനി പറയാൻ പോകുന്ന ചരിത്ര സംഭവങ്ങളും ഹദീസുകളും മനസ്സിലാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്ത് എന്ന് പറഞ്ഞ സംഗതിയാണ് വിവാഹം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അന്നിക്കാഹു സുന്നതി, എൻ്റെ സുന്നയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എൻ്റെ ചര്യയാണ്. പ്രവാചകന്മാർ മുഴുവനും വിവാഹം ചെയ്തവരാണ്. ഈസാ നബി അലൈഹിസ്സലാം ഒഴികെ. ഒരു ഭൂമിയിലേക്ക് തിരിച്ചു വന്നാൽ ഈസാ നബി വിവാഹം ചെയ്യും. അംബിയാഇൻ്റെ ചര്യയാണ്. പ്രവാചകന്മാർ ചെയ്ത് നമ്മൾ തുടരുകയാണ്. സമൂഹത്തിൻ്റെ ഒരു കസ്റ്റം, ഒരു നോം, അതിനെ ഫോളോ ചെയ്യലല്ല നമ്മുടെ വിവാഹം. അത് ഇബാദത്താണ്. ഇതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഒരു നിസ്കാരം നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. നിസ്കാരത്തിൽ, നോമ്പിൽ നമ്മളിങ്ങനെയൊക്കെ പെരുമാറുമോ? അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ സദസ്സിലും അപമര്യാദയായിട്ട് അനാശ്വാസമായിട്ട് പെരുമാറിക്കൂടെന്ന് ഒരു മനുഷ്യൻ ബോധ്യപ്പെടണമെങ്കിൽ ഇതെന്തല്ല, ഇത് കളിയും തമാശയുമല്ല. ഇത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ജീവിതത്തിൽ ഒരിക്കലും കണ്ടു പരിചയമില്ലാത്ത ആളുകൾ, കാണാൻ പാടില്ലാതിരുന്ന ആളുകളുടെ ശരീരങ്ങൾ ഹലാലാവാൻ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ ഒരു ഇബാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണല്ലോ നിക്കാഹ്. അതിനെ കളങ്കപ്പെടുത്തുന്നത് നിക്കാഹ് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ലളിതമാണെന്ന് പറഞ്ഞ സംഗതിയാണിത്. വളരെ ലളിതമാണ്. നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് സംഗതി പ്രയാസാവും. ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട്, ഭർത്താവിനോട് ചോദിച്ചു, മാലക് ലാ തത്ലുബു കമാ യത്ലുബു ഉനാസുൻ വ ഉനാസ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ യാത്രകളിലോ കൂടെ പോകുന്ന നിങ്ങൾക്ക് മറ്റ് സ്വഹാബികൾക്കൊക്കെ ലഭിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വാങ്ങിച്ചുകൂടെ നബിയോട്? നിങ്ങളെന്താണ് ചോദിച്ചു വാങ്ങിക്കാത്തത്? പറയാം, അത് വേണം, ഇത് വേണം, അത്ര പൈസ വേണം, ഇത്ര പൈസ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ചൂടെ? നിങ്ങളെന്താ അങ്ങനെ ചെയ്യാത്തത്? മഹാനായ സ്വഹാബി പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്ന വറാഅകും ഉഖ്ബതൻ കഊദാ ലാ യജൂസുഹൽ മുസ്ഖിലൂൻ. നിങ്ങൾക്ക് പിറകെ ഭാരമേറിയ പ്രയാസകരമായ കടമ്പകൾ വരാനിരിക്കുന്നുണ്ട്. ലാ യജൂസുഹൽ മുസ്ഖിലൂൻ. ആർഭാടങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്കൊരിക്കലും ആ കടമ്പകൾ കടന്നു കടക്കാൻ കഴിയില്ലെന്നും അവിടെ അള്ളാഹു അവരെ പിടിച്ചു വെക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആർഭാടങ്ങൾ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു. ഹദീസിന് രണ്ടർത്ഥമാണ്. പിൽക്കാലങ്ങളിലേക്ക് വരുമ്പോൾ വളരെ ലളിതമായി ഈ വിവാഹം പോലെയുള്ള സംഗതികളൊക്കെ ഉമ്മത്തിന് ഭാരമായി വരും. മുതലാളിമാർക്ക് പോലും കഴിഞ്ഞു നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയാവാം. അതല്ലെങ്കിൽ ആഖിറത്തിലേത്, പരലോകത്ത് കുടുങ്ങുന്ന അവസ്ഥ വരും. മുസ്ഖിലൂൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരനെ കണ്ടു. തസവ്വജ്ത യാ ഫുലാൻ, കല്യാണം കഴിച്ചോ? നബി നിങ്ങൾ എപ്പോഴും അങ്ങനെ ചോദിക്കുമായിരുന്നു ചെറുപ്പക്കാരോടൊക്കെ. ഹൽ തസവ്വജ്ത യാ ഫുലാൻ, കല്യാണം കഴിച്ചിട്ടുണ്ടോ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, കല്യാണം കഴിച്ചിട്ടില്ല. എന്തേ? ഒന്നുമില്ല നബിയെ, കല്യാണം കഴിക്കാൻ എന്തെങ്കിലും വേണ്ട കയ്യിൽ. ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു മോതിരം കിട്ടുമെന്ന് നോക്കി. ഇരുമ്പിന്റെ മോതിരം. സ്വഹാബി പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഇരുമ്പിന്റെ മോതിരം പോലും വാങ്ങിക്കാൻ എൻ്റെ കയ്യിലില്ല നബിയേ. ഒന്നുമില്ല റസൂലേ, എങ്ങനെയപ്പോൾ ഞാൻ കല്യാണം കഴിക്കുക? വലിയ പുതിയണ്ണപ്പം എനിക്ക് കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞു, ഹൽ തഹ്ഫദു മിനൽ ഖുർആൻ, ഖുർആൻ എന്തെങ്കിലും മനപ്പാടുണ്ടോ? അഹ്ഫദു സൂറ കദാ വ കദാ,
കുറച്ച് സൂറത്തൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു നബി തങ്ങളോട് ഈ സ്വഹാബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയാൻ പോകുന്ന കാര്യം നബി തങ്ങളുടെ ഖാസ്വിയത്താണ് കേട്ടോ. ഒരു ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന മഹർ നബി തങ്ങൾക്ക് മാത്രമേ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. നബി തങ്ങളുടെ ഖസ്വായിസിൽ വിവരിച്ചിട്ടുണ്ട് ഉലമാ. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള മഹർ നബി തങ്ങൾ ചെയ്തു കൊടുത്തു, പക്ഷെ നബി തങ്ങൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് മഹറാക്കുന്നത് അത് നബി തങ്ങളുടെ പ്രത്യേകതയാണ്. തങ്ങൾക്ക് മാത്രമായി ചെയ്ത ചില വിശേഷങ്ങൾ മഹാനായ മുഹമ്മദ് അലവി മാലിക്കി മക്കി അൽ ഇൻസാനുൽ കാമിൽ തങ്ങളെ സംബന്ധിച്ച് വിവരിച്ച കിതാബിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ഖാസിയത്തിൽപ്പെട്ടതായത് തങ്ങൾ പറഞ്ഞു, സവ്വജ്തുകഹാ ഇയ്യാക്, ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു, ബിമാ മഅക മിനൽ ഖുർആൻ, നിങ്ങൾക്ക് ഖുർആൻ അറിയുമല്ലോ, ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കിൻ. അല്ലാഹ് അന്തസ്സായിട്ട് കല്യാണം കഴിക്കിൻ. അങ്ങനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വല്ല അത്ഭുതം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ പുന്നാരമോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കണമെന്നൊരു മോഹം. എങ്ങനെയാ ഇപ്പോൾ ചെല്ലുക? അലി തങ്ങൾ പറയാണ് റളിയല്ലാഹു അൻഹു, ഞാൻ ചെന്നു, പക്ഷെ നാണം കൊണ്ട്, അതുപോലെ ഹൈബത്തൻ വ വഖാറൻ ഫി വജ്ഹി റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുഖത്ത് ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു. അത് അലി തങ്ങൾ പറയുന്നു, whoever met him for the first time was filled with awe and with closer contact became attached to him. നബി തങ്ങൾ ആര് കണ്ടാലും പെട്ടെന്ന് ഒരു ബഹുമാനം കൊണ്ട് പതച്ചു നിൽക്കുമായിരുന്നു എന്നാ. പക്ഷെ കുറച്ചും കഴിഞ്ഞാൽ നബി തങ്ങളുടെ അടുത്ത ഫ്രണ്ടായിട്ട് മാറും ചെയ്യും. ഇത് തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഞാനിങ്ങനെ നിന്നു, എന്താ പറയാൻ. മല്ലദീ ജാഅ ബിക യാ അലിയു, അലിയെ നിങ്ങൾ വരാനുണ്ടായ കാരണം എന്താണ്? എന്തേ ഇപ്പം വന്നത്? ലാ ശൈഅ യാ റസൂലല്ലാഹ്, ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല നബിയെ. നാണം കൊണ്ട് പറഞ്ഞതാ, ഒന്നുമില്ല നബിയെ. ലഅല്ലക ജിഇത തഖ്തുബു ഫാത്തിമ, ഫാത്തിമ ബീവിയെ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ ആലോചിക്കാൻ വന്നതാണോ അലിയെ? നഅം യാ റസൂലല്ലാഹ്, അതിനെന്നെ വന്നത്. ലഅല്ലക ജിഇത തഖ്തുബു ഫാത്തിമ, ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ വന്നതാണോ അലിയെ? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഞാൻ അതിന് വന്നതാണ്. ഹൽ മഅക ശൈഉൻ തതസവ്വജു ബിഹി, കല്യാണം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, മഹറുണ്ടോ എന്ന് ചോദിച്ചു. മഹർ കൊടുക്കണം. ലാ യാ റസൂലല്ലാഹ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, ഒന്നുമില്ല, ഒന്നുമില്ല. അലൈസ മഅക ദിർഅക അല്ലതി ഹാറബ്ത ബിഹാ, അന്നൊരിക്കൽ നമ്മളൊരു യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് പടയങ്കിയായി ധരിക്കാൻ ഞാൻ തന്നിരുന്ന ദിർഅ, ആർമർ, ആംസ് ഓഫ് ഗോഡ് അല്ലേ, ആർമറില്ലേ, നിങ്ങളുടെ ആ ഒരു പടയങ്കിയില്ലേ, അതെവിടെ? അതിൻ്റെ നബി, അതിനിപ്പോൾ എന്താ കിട്ടുക? ആകെ 4 ദിർഹമേ കിട്ടുള്ളൂ, 4 ദിർഹമേ. അത് മതി അലിയേത്, ഞാൻ അതിൻ്റെ വില പറയാം. സവ്വജ്തുക അലൈഹി യാ അലിയു ബിശർത്തി അൻ തുഹ്സിന സുഹ്ബതഹാ, അത് മതി, 4 ദിർഹം. വേറെ ചില റിവായത്തുകളിൽ 400 ദിർഹം, 400 ദിർഹം എന്ന് വന്നിട്ടുണ്ട്, പക്ഷെ 4 ആണെന്നാണ്, 4 ദിർഹം. നിങ്ങൾക്ക് ഞാൻ ഈ 4 ദിർഹമിന് പകരം എൻ്റെ മോൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു തരുന്നു. ഷർത്ത് എന്താണെന്നറിയോ? കണ്ടീഷൻ അല അൻ തുഹ്സിന സുഹ്ബതഹാ, അവളോട് നല്ല നിലക്ക് അവരുടെ കൂടെ ജീവിക്കണം എന്നൊരു ഷർത്തിൽ, ഒരു കണ്ടീഷനിൽ, വേറൊന്നും വേണ്ട, നല്ല നിലക്ക് ജീവിക്കും. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പൊന്നാര മോളെ കല്യാണം കഴിച്ചു കൊടുത്തതാണ് കേട്ടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒന്ന് പറയുമ്പോഴേ കുറച്ചെങ്കിലും നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഉസ്വത്ത് മാതൃക അവിടെയാണ്. കല്യാണം കഴിഞ്ഞ രാത്രി നബി തങ്ങൾ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനോട്, അലിയെ ലാ തുഹ്ദിസ് ശൈഅൻ ഹത്താ ആതീക്, ഞാൻ വരുന്നവരെ ഒന്നും തുടങ്ങില്ല, അവിടെ നിൽക്കി, ഒന്നും തുടങ്ങില്ല, നിൽക്കി എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറയും, ഞാൻ പോരൻ്റെ മൂലയിലിരുന്നു, ബീവി ഫാത്തിമ ബീവിയും പോരൻ്റെ ഒരു മൂലയിലിരുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ വരുന്നവരെ നിങ്ങളൊന്നും ഉറങ്ങല്ലേ, അതാണ് കാത്തിരുന്നു. നബി തങ്ങൾ വന്നു. ഫജാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ രാത്രി വന്നു വിവാഹത്തിൻ്റെ അന്നേ. യദകയാ അലി വയദകിയാ ഫാത്തിമ, അലിയെ ഫാത്തിമ നിങ്ങൾ 2 പേരുടെയും കൈ ഒന്ന് തരൂ. 2 പേരെയും കൈ പിടിച്ചു. ഒരു ഉപ്പ ചെയ്യുന്ന ഒരു സ്നേഹം. ഫാത്തിമ ബീവിക്ക് നാണുണ്ട്. വാപ്പ വന്നിരിക്കുകയാണ്, കൈ പിടിച്ചിട്ട്, പുതിയാപ്പയുടെ കൈ പിടിച്ചിട്ട്, കൈ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ ഇന്ന ഫാത്തിമത ഇബ്നതി വഹബ്ബുൻ നാസി ഇലൈ, അല്ലാഹുവേ നിനക്കറിയുമല്ലോ ഫാത്തിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്, അവരെൻ്റെ മോളാണെന്നും നിനക്കറിയുമല്ലോ പടച്ചവനെ. അല്ലാഹുമ്മ ഇന്ന അലിയൻ അഖീ
അല്ലാഹുവേ, എൻ്റെ പുതിയാപ്പിള അലി എൻ്റെ സഹോദരനാണ്, നബി തങ്ങളുടെ കസിനാണ് അലി റളിയല്ലാഹു അൻഹു, എൻ്റെ സഹോദരനാണ്. ജനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുമാണ് അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലഹുമാ, പടച്ചവനെ ഇവ രണ്ടുപേർക്കും നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ. വബാറക അലൈഹിമാ, അവ രണ്ടുപേരുടെ മേൽ ബറക്കത്ത് ചെയ്യണേ. വജ്മഅ ബൈനഹുമാ ഫീ ഖൈറിൻ, അവ രണ്ടുപേരെയും നന്മയിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണത്തിൻ്റെ രാത്രി, യാ അലിയു, അലിയേ, ലഅയദക അലാ റഅസി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ തലയിൽ നിങ്ങൾ കൈവച്ചേക്കണം. വഖുൽ മഈ, ഞാൻ പറയുന്ന പോലെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, പടച്ചവനെ ഫാത്തിമയിൽ എന്തെല്ലാം ഖൈറുണ്ടോ റളിയല്ലാഹു അൻഹ, ആ ഖൈർ നീ എനിക്ക് തരണേ അല്ലാഹ് എന്ന് പറയൂ അലിയേ. പുതിയാപ്പിളോട് പറഞ്ഞു കൊടുക്കുക, തലയിൽ കൈവയ്ക്കിൻ, നിങ്ങളുടെ പുതിയണ്ണിൻ്റെ തലയിൽ കൈവയ്ക്കിൻ, എൻ്റെ മോള് ഫാത്തിമയുടെ തലയിൽ റളിയല്ലാഹു അൻഹ, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ പറഞ്ഞേക്കിൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, ഇവരുടെ ഖൈർ എന്തൊക്കെയുണ്ടോ അതൊക്കെ എനിക്ക് തരണമേ. വഖൈറ മാ ഹിയ ലഹു, എന്തെല്ലാം ഖൈറാണോ ഫാത്തിമ ബീവിക്ക് നീ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്, ആ ഖൈറുകളൊക്കെ നീ എനിക്ക് തരണം. വഅഊദു ബിക മിൻ ശർരിഹാ, എന്തെങ്കിലും ഷർറുകളുണ്ടെങ്കിൽ എന്നെ നീ കാക്കേണമേ. വശർരി മാ ഹിയ ലഹ്, ഫാത്തിമ ബീവിക്ക് എന്തെല്ലാം ഷർറ് വിധിക്കപ്പെട്ടിരിക്കാമോ അതിൽ നിന്നെല്ലാം കാവൽ തരണമേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം നടന്നു. യാ അലി യാ ഫാത്തിമ, അന്നത്തെ രാത്രിയാണ്. അലിയേ, ഫാത്തിമ ബീവി, അലിയേ, രണ്ടുപേരും ഖൂമാ സവിയൻ ഫസ്വല്ലിയാ റക്അതൈൻ, രണ്ടുപേരും എഴുന്നേറ്റ് 2 റക്അത്തൊന്ന് സുന്നത്ത് നിസ്കരിക്കിൻ. അങ്ങനെയാവട്ടെ നിങ്ങളുടെ വിവാഹത്തിൻ്റെ തുടക്കം. ഇത് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ ആലോചിക്കും, നമ്മളൊക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തികളാണ്. എന്നിട്ട് നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ കല്യാണം കഴിച്ചു കൂട്ടുന്നത്? ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ദുആ ചെയ്തു, ഖൈർ തരണേ റബ്ബേ, നബി ദുആ ചെയ്തു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 2 പേര് 2 റക്അത്ത് നിസ്കരിക്കിൻ, ജീവിതത്തിലേക്ക് പ്രവേശിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം തുടങ്ങി, നബി തങ്ങൾ പോവാണെന്ന് നിസ്കാരം തുടങ്ങിക്കും, ഞാൻ പോട്ടെ. തങ്ങൾ വാതിലടച്ചു. അസ്തൗദിഉകുമല്ലാഹ് വഅസ്തഖ്ലിഫുഹു അലൈക്കുമാ, നിങ്ങളുടെ കാര്യം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ ഞാൻ റബ്ബിനെ നിങ്ങൾക്ക് ഏൽപ്പിച്ച് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അന്മോശനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര മോളിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇതാണ് നിങ്ങൾക്ക് മാതൃക, ഇതാണ് മാതൃക. നമ്മളങ്ങോട്ട് മാറ്റി, നമ്മൾ മാറ്റിയാൽ അതടങ്ങാറായി. പെണ്ണ് കെട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്, പടച്ചോനെ കാശ് കിട്ടുകയാണല്ലോ. സ്വന്തം പെങ്ങളെ കെട്ടിക്കുമ്പോഴോ സ്വന്തം മോളെ കെട്ടിക്കുമ്പോഴോ അല്ലല്ലാ, സ്ത്രീധനത്തിന് ആരൊക്കെയാണ് എതിരുള്ളത്? ഞാൻ ഓരപ്പം ഞാൻ കൂടെ നിൽക്കുന്നുണ്ട്, അവരെ നമ്മളാള്. അപ്പോൾ ആദ്യമോ നമ്മൾ ഈ മത്തലപ്പറസ് എന്നൊക്കെ പറയും ഉറുദുവിൽ, കാര്യം കിട്ടുന്നോടത്ത് ഒപ്പം നിൽക്കുക. അങ്ങനെ ചെയ്യരുത്. ഹക്കിൻ്റെ കൂടെ നിൽക്കുക, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എപ്പോഴും. ഇത്രയും ലളിതമാണ് വിവാഹം. നമ്മൾ പറയും ഇസ്ലാമിൽ വിവാഹം ലളിതാണ്. ഇങ്ങനെ കാണിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തെക്കുറിച്ച് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ഞങ്ങളെന്ന് മദീനത്തേക്ക് പോയി. ചെറിയ പ്രായമാണ് ആയിഷ റളിയല്ലാഹു തആലയ്ക്ക്. ഞങ്ങൾ മദീനയിൽ ചെന്നു. ഞങ്ങൾ താമസിക്കുന്നത് ബനുൽ ഹാരിസ് ഇബ്നുൽ ഖസ്റജ്, മദീനയിലെ ഗോത്രമാണ് ഔസ് ഖസ്റജ്. ആ ഖസ്റജ് ഗോത്രത്തിലെ ഇബ്നുൽ ഖസ്റജ് ബനുൽ ഹാരിസക്കാരുടെ കൂടെയാണ് ഞങ്ങളന്ന് താമസിച്ചത്. ഫവഅക്തു, എനിക്കന്ന് പനി ബാധിച്ചു. മദീനയിൽ ചെന്നാലൊക്കെ ചിലർക്ക് പനി ബാധിക്കാറുണ്ട്. മദീനയിലേക്ക് നമ്മൾ ഉംറയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ മദീനയിൽ ചെന്നാൽ ചിലപ്പോൾ ഒരു പനി ബാധിക്കും. കുഴപ്പമില്ല, അത് പണ്ട് മുതലേ ഉള്ള ഒരു മദീനയുടെ പ്രത്യേകത കൂടിയാണ്. ഫവഅക്തു, എനിക്ക് പനി ബാധിച്ചു. ഫതമസ്സഖ ശഅരി, എൻ്റെ മുടിയൊക്കെ ആകെ ചിന്നിപ്പറിഞ്ഞ് നിൽക്കുകയാണ്. വഖദ് വഫത്ലി ജുമൈമ, കുറച്ച് മുടി ഇങ്ങനെ അവിടെ ഒരു ജുമ്മത്തായിട്ടൊരു കെട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി മുടിയൊക്കെ അങ്ങ് പാറിപ്പറഞ്ഞ് ആകെ പ്രശ്നമായിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പോൾ ഫഅതത്നി ഉമ്മി ഉമ്മു റുമാൻ എന്ന എൻ്റെ ഉമ്മ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മ എൻ്റെ അരികത്തേക്ക് വന്നു. ആ നേരത്ത് ഞാനാണെങ്കിലോ ഇന്നി ലഫി ഉർജൂഹത്തിൻ വമഇ സവാഹിബുലി. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിൻ്റെ വചനമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഞാനപ്പോൾ ഉർജൂഹത്തിൻ, ഞാനൊരു സ്വിങ്ങിൽ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുകയാണ്. എൻ്റെ കൂടെ എൻ്റെ കുറേ ചങ്ങാതി പെൺകുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളൊക്കെ ഊഞ്ഞാലാടി ഇങ്ങനെ കളിക്കുമ്പോൾ ഉമ്മ വന്നു എൻ്റെ അടുത്തേക്ക്. ഫസറഹത് ബി, എന്നെ ഉറക്കെ വിളിച്ചു. ഞാൻ ചെന്നു ഉമ്മാൻ്റെ അടുത്തേക്ക്. എനിക്കറിഞ്ഞില്ല, മാ അദ്രി മാ തുരീദു മിന്നി, എന്തിനാണ് ഇപ്പോൾ ഉമ്മ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ഊഞ്ഞാലിങ്ങനെ ആടിക്കളിക്കുക, പനി വന്നിട്ട് മുടിയൊക്കെ ആകെ ചിന്നിപ്പറഞ്ഞ് നിൽക്കുകയാണ്. കുറച്ചൊരു മുടിക്കെട്ട് അവിടെ ബാക്കിയുണ്ട്, ബാക്കി മുടിയൊക്കെ ആകെ പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മ വന്ന് എന്നെ വിളിച്ചു. രംഗങ്ങനെ ആലോചിച്ച് നോക്കി, എൻ്റെ കൈ പിടിച്ചു. എന്നിട്ടാ വീടിൻ്റെ വാതിലിൻ്റെ വരെ കൊണ്ടുപോയി. ഞാനപ്പോൾ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ കൈ പിടിച്ചപ്പോൾ ഒരു സമാധാനം തോന്നി. കുറച്ച് വെള്ളം എടുത്തിട്ട് എൻ്റെ മുഖം ഫമസഹത് ബിഹി വജ്ഹി, എൻ്റെ മുഖങ്ങൾ തടവി തന്നു എൻ്റെ ഉമ്മ. എൻ്റെ തലയിലും കുറച്ച് വെള്ളമാക്കി തന്നു. എന്നിട്ട് എന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുരയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിൽക്കുമ്പോൾ മദീനക്കാരികളായ അൻസ്വാരികളായ പെണ്ണുങ്ങൾ ആ വീട്ടിലുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, അലൽ ഖൈരി വൽ ബറക വഅലാ ത്വയ്രിൻ ത്വായിർ വഅലാ ഖൈരിൻ ത്വായിർ, അലൽ ഖൈരി വൽ ബറക, ഖൈറിലും ബറക്കത്തിലും ആവട്ടെ, വഅലാ ഖൈരിൻ ത്വായിർ, പറന്നു പോകുന്ന നന്മയുടെ മേലെയും ആകട്ടെ, പറക്കുന്ന നന്മ. അങ്ങനെയാണ്, നല്ല നന്മ ഉണ്ടാവട്ടെ, ഖൈറും ബറക്കത്തൊക്കെ ഉണ്ടാകട്ടെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ കല്യാണം പോയി നടക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, ഇവരിത് പറഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി. അങ്ങനെ എന്നെ ഈ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ ഉമ്മ. ഇതൊക്കെ ചെയ്യുന്നത് ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹ ഒരു മുസ്ലിമായിട്ടുണ്ട് പിന്നീട്. അങ്ങനെ പെണ്ണുങ്ങളെ എന്നെ എന്നൊന്ന് ഉഷാറാക്കി, എൻ്റെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ നിന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. ഇത് ഇമാം അഹ്മദ് തങ്ങളുടെ റിവായത്താണ്. അവിടെ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പുരയിലുണ്ട്. അങ്ങനെ എന്നെ റസൂലുള്ളാഹി തങ്ങളുടെ അരികത്തേക്ക് എന്നെ ഇരുത്തി തന്നു എൻ്റെ ഉമ്മ. എന്നിട്ട് ഉമ്മ പറഞ്ഞു, ഹാ ഉലാഇ അഹ്ലുക്കി, ഇതൊക്കെ നിന്റെ കുടുംബക്കാരാണ് മോളെ എന്ന് പറഞ്ഞു. ഫബാറക്കല്ലാഹു ലക്കി ഫീഹിം, ഇവരിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. വബാറക ലഹും ഫീക്കി, നിന്നിൽ അവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ നിനക്ക് അവരിലും അവർക്ക് നിന്നിലും ബറക്കത്തുണ്ടാകട്ടെ എന്നെൻ്റെ ഉമ്മ പറഞ്ഞു. ഇതങ്ങ് പറഞ്ഞപ്പോൾ പുരയിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പുറത്തുപോയി. അത് കല്യാണമാണ് ഇപ്പോൾ നടന്നത് എന്നൊരു മനസ്സിലായി. ഖറജൂരൊക്കെ പോയി. അങ്ങനെ അന്നത്തെ ദിവസമാണ് ഞാൻ ഹബീബിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ എന്നിട്ട് പറയാണ്, മാ നുഹിറത് അലയ്യ ജസൂർ, അന്ന് ഒരു ഒട്ടകവും എൻ്റെ മേൽ അറുക്കപ്പെട്ടിട്ടില്ല. വലാ ദുബ്ഹത് അലയ്യ ഷാഹ്, ഒരാടും അന്ന് അറുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണത്തിന് ഫുഡ് വേണ്ടേ? സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു ഒരു പാത്രം കൊണ്ടുവന്നു. അത് എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുകൊടുക്കുന്ന വീട്ടുകാരാണ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുകാർ. അങ്ങനെയാണല്ലോ, പള്ളിയിലെ ഉസ്താദന്മാർക്ക് പുരക്കാരെന്നും ഭക്ഷണം ഏൽപ്പിക്കുന്നവരുണ്ടോ? സഅദ് റളിയല്ലാഹു എന്നും അള്ളാഹുവിൻ്റെ റസൂലിന് ഭക്ഷണം ഉണ്ടാവും. അങ്ങനെ ഒരു ഭക്ഷണം അന്ന് വന്നു. അത് ഞങ്ങൾ കഴിച്ചു എന്നല്ലാതെ മറ്റൊരു ആഘോഷ പരിപാടികളോ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. നമുക്ക് ഇങ്ങനെയൊന്നും കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈഗോ, ഒരു തരം അഹങ്കാരം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ എത്രയാണുള്ളത്, എൻ്റെ കഴിവ് എത്ര, എൻ്റെ പൈസ എത്രയാണ്, ഇതൊക്കെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ട നേരല്ലേ കല്യാണം. ആ കല്യാണത്തിൻ്റെ നേരത്തെ നമ്മളൊന്നും പുറത്തിറക്കിയില്ലെങ്കിൽ ആൾ വിചാരിക്കില്ലേ കയ്യിൽ പൈസ ഇല്ല. അപ്പം എന്താ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചിന്തിക്കാൻ. ഹവൻ നഫ്സ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു തോന്നലാണ്, അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു അസുഖമാണ്, റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് അൽ ഖുയലാ, ഞാൻ വലിയ ഉഷാറാണെന്ന് തോന്നൽ. അത് അള്ളാഹുവിന് ഇഷ്ടമില്ല. അള്ളാഹു അതിനെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഇഅ്ജാബൻ ബിൻ നഫ്സ്, ഞാൻ ഭയങ്കര ഉഷാറുള്ള ആളാണ്, ഞാൻ തരക്കേടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. നമ്മൾ കല്യാണം കൊണ്ടൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് ഇതാണ് താനും. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തെ സംബന്ധിച്ച് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ താരീഖിൽ പറയുന്ന, ചരിത്രം പറയുന്നത്, വബുനിയ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗല മസ്ജിദിഹി ശരീഫി ഹുജറുൻ
നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ ചുറ്റും റൂമുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സ്വഹാബത്ത്. ലിതകൂന മസാകിന ലഹ് വലി അഹ്ലിഹി, തങ്ങൾക്കും കുടുംബത്തിനും താമസിക്കാൻ വേണ്ടി. അത് വളരെ ചെറിയ പുരകളായിരുന്നു. ഖരീബത്തുൽ ഫിനാ, മുറ്റൊക്കെ വളരെ കുറവായിരുന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പുരയിൽ കുറച്ചു കാലം താമസിച്ചു വളർന്ന കുട്ടിയാണ്. താബിഈങ്ങളിൽ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മ ഖൈറ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഭാര്യയായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് സേവനം ചെയ്തിരുന്നവരെ ആര്? ഹസനുൽ ബസ്രി തങ്ങളുടെ ഉമ്മ. അപ്പോൾ ഹസനുൽ ബസ്രി തങ്ങൾ വളരെ ചെറുപ്പത്തിൽ നബി തങ്ങളുടെ പുരയിൽ കയറിയിട്ടുണ്ട്. അവർ പറയാം, ഞാനന്ന് കുട്ടിയാണ്, എൻ്റെ കൈ ഉയർത്തിയാൽ വീടിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള ഭാഗം എൻ്റെ കൈ കൊണ്ട് തൊടാൻ എനിക്ക് കിട്ടിയിരുന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാം. നമ്മൾ വിചാരിക്കും നബി തങ്ങൾക്ക് അന്ന് അത്രയ്ക്കല്ലേ ഉള്ളൂ, അന്ന് കോൺക്രീറ്റ് ഇല്ലല്ലോ, അന്നിപ്പോൾ കൺസ്ട്രക്ഷനൊന്നും ഇല്ലല്ലോ, അന്ന് എൻജിനീയേഴ്സൊന്നും അല്ലല്ല. മദീനയിൽ അന്നുണ്ടായിരുന്ന സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ഇന്ന് മദീനയിൽ ചെന്നാൽ അവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കമ്പിവേലി കെട്ടി സുരക്ഷിതമായി വെച്ച ഒരു സ്ഥലം കാണും. ഒരു അന്നത്തെ രീതിയിൽ ഒരു കൊട്ടാരം പോലത്തെ വീട്, നല്ല ഹൈറ്റുള്ള ഒരു കോട്ട പോലത്തെ വീട് ഇന്നും സംരക്ഷിച്ചിട്ടുണ്ട്. അന്നത്തെ സാഹചര്യം ഭയങ്കരമാണ്. അങ്ങനത്തെ വീടുകളുണ്ട് അന്ന് മദീനയിൽ ഉണ്ടായിരിക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരയെ സംബന്ധിച്ച് നമ്മുടെ ഉലമാ പറഞ്ഞു. ഇമാം സുഹൈരി തങ്ങൾ പറഞ്ഞു, കാനത്ത് മസാകിനുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനിയതൻ മിൻ ജരീദ് അലൈഹി തീൻ, ഈത്തപ്പനയുടെ ഓലകൾ വെച്ച് അതിൻ്റെ മേൽ കളിമണ്ണ് നിറച്ചതാണ് നബി തങ്ങളുടെ പുരയുടെ റൂഫ്. ബഅ്ലുഹാ മിൻ ഹിജാറത്തിൻ മർദൂമ വസുഖൂഫുഹാ കുല്ലുഹാ മിൻ ജരീദ്, ഒക്കെ ചെത്തിയുണ്ടാക്കിയ കല്ലുകളും മണ്ണ് ചൂള വെച്ചുണ്ടാക്കിയ കല്ലുകളും അതുപോലെ തന്നെ ഈത്തപ്പനയുടെ നാരുകളും മട്ടലുകളും വെച്ചുണ്ടാക്കിയ പുരയില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമായി കഴിഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, വീട്ടിൻ്റെ സന്തോഷത്തിന് നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾ ഒരു കാരണവും അല്ല എന്ന് മനസ്സിലാക്കാനാണ്. വളരെ ദാരിദ്ര്യമുള്ള അവസ്ഥയിൽ കൊച്ചു കൂരകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷത്തിൽ കഴിയുന്നില്ലേ? കൊട്ടാരം പോലെയുള്ള വീടുകളിൽ സീരിയലുകാർ കാണിക്കുന്ന പോലെ വലിയ വലിയ കൊട്ടാരങ്ങളും അതിൽ കരഞ്ഞങ്ങനെ കഴിയുന്ന കാലം മുഴുവൻ. എന്തപ്പോൾ അതുണ്ടായ കാര്യം? വലിയ വലിയ പുരയൊക്കെ ഉണ്ടാക്കി പിന്നെ കരച്ചിലാണ്. അങ്ങനത്തെ പുരകളും കാണും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവരുടെ വീടിൻ്റെ വിഷയങ്ങൾ ഒരുപാട് ചരിത്രത്തിൽ വന്നു. ഒന്നുണ്ടായിട്ടില്ല തങ്ങൾക്ക് ഖിറാബ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അന്ന് ഞങ്ങൾക്കൊരു തോലിൻ്റെ ഒരു കാർപ്പറ്റ് ഉണ്ട്, അതിൽ ഞാനും ഫാത്തിമ ബീവിയും കിടക്കും. നേരം വെളുത്താൽ ആ തോലിൻ്റെ ഒരു ഭാഗത്ത് മാവ് കുഴക്കും ഫാത്തിമ റളിയല്ലാഹു അൻഹ, മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ ഒട്ടകത്തിന് ഭക്ഷണവും കൊടുക്കും. അതെടുത്തിട്ട് രാത്രി ഞങ്ങളെടുത്ത് പുതച്ച് കിടക്കും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. ഇങ്ങനെയുള്ളൊരു സാഹചര്യം പഠിപ്പിച്ചു തന്ന നബിയുടെ ഉമ്മത്തികളാണ് നമ്മൾ ധൂർത്ത് ചെയ്യുന്നത്. ധൂർത്ത്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീൻ, ധൂർത്ത് ചെയ്യുന്നവർ പിശാച്ചിൻ്റെ ആളുകളാണ്. ഖുർആൻ പറഞ്ഞു പിശാച്ചിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള ആയത്തുകൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുക. എപ്പോഴാണ് ഈ ധൂർത്ത് എന്ന് പറയുന്നത്? സൂറത്തുൽ ഇസ്രാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനു സ്വാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്നത് അല്ലാഹുവിനറിയാം. എന്താണ് ആ വാക്ക്? നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും നിങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന ലക്ഷ്യം എന്താണെന്ന് അല്ലാഹുവിനറിയാം. നിങ്ങളത് എഴുതി വെക്കേണ്ടതില്ല, പറയേണ്ടതില്ല, നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതില്ല. റബ്ബിനറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. ഇൻ തകൂനു സ്വാലിഹീൻ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല മക്കളാണെങ്കിൽ ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ, തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു കഴിഞ്ഞു പോയതൊക്കെ പുറത്തു തരും. അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ലിൽ അവ്വാബീൻ, ഖേദിച്ച് സങ്കടപ്പെട്ട് അല്ലാഹുലേക്ക് മടങ്ങണം. പടച്ചോനെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇത് ബോധിക്കണം, അതിനെ ന്യായീകരിക്കരുത്.
തെറ്റാണെന്ന് ബോധിച്ചിട്ടുണ്ട് റബ്ബേ. അങ്ങനത്തെവർക്ക് അല്ലാഹു പുറത്തു തരും. ഗഫൂറാണ്. വആതി ദൽ ഖുർബാ ഹഖ്ഖഹ്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് അർഹമായത് നിങ്ങൾ കൊടുത്തേ പറ്റൂ. അല്ലാഹു ദൂർത്തിനെ പറ്റി പറയാൻ പോവാണ്. വആതി ദൽ ഖുർബാ ഹഖ്ഖഹു, നിങ്ങളുടെ ബന്ധുക്കൾക്ക് അവകാശപ്പെട്ട് നിങ്ങൾ കൊടുത്തേ പറ്റൂ. വൽ മിസ്കീൻ, പാവപ്പെട്ടവര്, ബന്ധുന്നല്ല, നാട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, പക്ഷേ നിങ്ങൾ അവർക്ക് അർഹതപ്പെട്ട് നൽകിയേ പറ്റൂ, സ്വതക്കയായിട്ടും സകാത്തായിട്ടും. വബിനസ്സബീൽ, നാട്ടുകാരോ വീട്ടുകാരോ ഒന്നുമല്ല, ഏതോ നാട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു പാവം യാത്രക്കാരൻ, അവർക്ക് പോലും അവകാശപ്പെട്ട് നിങ്ങൾ കൊടുക്കണേ. വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ധൂർത്ത് ചെയ്യല്ലേ, അമിതമായി വ്യയം ചെയ്യല്ലിൻ. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്വീൻ. സമ്പത്ത് കയ്യും കണക്കുമില്ലാതെ ദുർവ്യയം ചെയ്യുന്ന ആളുകൾ, ധൂർത്ത് ചെയ്യുന്ന ആളുകൾ, അവർ പിശാചിന്റെ സഹോദരന്മാരാണ്. പിശാചിന്റെ കൂടെ ഒരു ഉമ്മക്ക് പിറന്നവനെ പോലെയാണ്. കാനൂ ഇഖ്വാനശ് ശയാത്വീൻ, അവർ പിശാചിന്റെ കൂട്ടുകാരാണ്. പിശാചാണെങ്കിലോ വകാനശ് ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, പിശാച് അല്ലാഹുവിന് നന്ദികേട് ചെയ്തവനാണ്. അപ്പോൾ നിങ്ങൾ ധൂർത്ത് ചെയ്യുന്നത് നന്ദികേടാണ്. എങ്ങനെയൊക്കെ ധൂർത്ത് ചെയ്തു? നമ്മൾ വിചാരിക്കും നല്ല ഫുഡൊക്കെ ആരും കൊടുക്കണം, നല്ലതാണ്. നമ്മളൊരു സദ്യക്ക് വിളിച്ചാൽ, അതിഥികളെ വിളിച്ചാൽ അവർക്ക് മാന്യമായ ഭക്ഷണം കൊടുക്കുക, അതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷേ ഷർറുൽ വലീമ, മോശമായ കല്യാണം എന്ന് പറയുന്നത് യുദ്ആ ഇലൈഹാ മൻ യഅബാഹ, ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. ഒരുപാട് ഭക്ഷണം, ആയിരക്കണക്കിന് വിഭവങ്ങൾ ഉണ്ടാക്കി വിളിച്ചത് വലിയ വലിയ മന്ത്രിമാരും വലിയ വലിയ VIP-കളും. അവരിപ്പോൾ എന്താ കുടിക്കുക? അവരിപ്പോൾ എന്താ കഴിക്കുക? സാമ്പാറും ചോറും കിട്ടിയെങ്കിലായി. ചോറ് വേണ്ട, ഷുഗറാണ്. പിന്നെ ജ്യൂസും ഐസ്ക്രീമും പുഡിങ്ങൊക്കെ ഓൽക്ക് വേണോ? വേണ്ട വേണ്ട വേണ്ട, ഒരു മധുരമില്ലാത്തൊരു കട്ടൻ ചായ കിട്ടിയാൽ മതി. ഉണ്ടാക്കിയത് പാർക്കാ ഇവർക്ക്. എത്രയോ ആവശ്യമുള്ള ആളുകൾ പുറകിൽ അപ്പുറത്ത് കാത്തിരിക്കെ അവരെ വിളിക്കാതെയും ആവശ്യമില്ലാത്ത ആളുകളെ വിളിച്ച് വിളമ്പുന്ന സദ്യയാണ് ഷർറുൽ വലീമ. കല്യാണങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയും കുറേ ആൾക്കാർക്ക് ചോറ് കിട്ടൂലേ? ചോറ് കിട്ടേണ്ടവർക്ക് കിട്ടണം. ആവശ്യമുള്ളവരൊന്നും വിളിക്കില്ല. എത്രയോ പാവപ്പെട്ട ആളുകൾ അയൽപക്കത്തുണ്ടായിരിക്കെ അവരെ വിളിക്കാതെ, ബന്ധുക്കളിൽ പാവപ്പെട്ട ആളുകളുണ്ടായിരിക്കെ പൈസ കുറഞ്ഞതിൻ്റെ പേരിൽ, കാശ് കുറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഈ കല്യാണത്തിന് അവരെ വിളിക്കില്ല. അവർക്ക് വേറെ പന്തൽ പിന്നെ വരുന്നുണ്ട്, അവരതിലേക്ക് വിളിക്കും, ഇതിലേക്ക് വിളിക്കൂല. ഇത് ചെയ്യരുത്, ഇത് ഡിസ്ക്രിമിനേഷൻ ചെയ്തുകൂടാ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മതിൽ വെക്കലാണത്, അത് അല്ലാഹുവിന് ഇഷ്ടമില്ല. വആതി ദൽ ഖുർബാ ഹഖ്ഖഹ്, അപ്പോൾ പൈസ ഉള്ളവർ പൈസ ഇപ്പം എങ്ങനെ ചിലവാക്കണ്ടേ? പൈസ ഉള്ളവരിപ്പം എന്ത് ചെയ്യും? വആതി ദൽ ഖുർബാ ഹഖ്ഖഹു, നിന്റെ ബന്ധുക്കളായ പാവപ്പെട്ട ആളുകൾക്ക് നീ ഹക്ക് കൊടുത്തിട്ടുണ്ടോ? വൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് നീ കൊടുത്തിട്ടുണ്ടോ? വലിയ വലിയ കല്യാണങ്ങൾ നടത്തിയിട്ട് കോടിക്കണക്കിന് ചെലവഴിച്ചിട്ട് പാവപ്പെട്ട ഒരു കുട്ടീൻ്റെ കല്യാണത്തിന് വല്ലതും തരുമോ എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? കല്യാണം കഴിഞ്ഞ ക്ഷീണത്തിലാണ്. യാ അല്ലാഹ്, വലാ തുബദ്ദിർ തബ്ദീറാ, ഇത് നിങ്ങൾ ചെയ്യുന്ന ധൂർത്താണ്. എന്തുകൊണ്ട്? വആതി ദൽ ഖുർബാ ഹഖ്ഖഹു, പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട അവകാശം കൊടുക്കാതിരിക്കെ. വൽ മിസ്കീൻ, കുടുംബക്കാരനല്ല ബന്ധുക്കളുമല്ലാത്ത പാവപ്പെട്ട, വൽ മിസ്കീൻ, പാവപ്പെട്ടവര്, അവർക്ക് നിന്റെ സമ്പത്തിൽ അവകാശമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഒരുപാട് പൈസകൾ പൊടിപൊടിച്ച് ഭക്ഷണം വേസ്റ്റാക്കാനുള്ളതാണോ കല്യാണം? ചെയ്യാൻ പാടുണ്ടോ? വെള്ളത്തിൽ പോലും, വുളൂ ചെയ്യുന്ന വെള്ളത്തിൽ പോലും തബ്ദീർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. 3 വട്ടത്തിലേറെ കഴുകണ്ട. വലൗ കുൻതും അലാ നഹ്റിൻ ജാരിൻ, ഒഴുകുന്ന ഒരു പുഴയുടെ മുമ്പിൽ നിന്നിട്ടാണ്, ഒരു സ്ട്രീമിൽ, ഒരു അരുവിയിൽ നിന്നിട്ടാണ് വുളൂ എടുക്കുന്നതെങ്കിൽ പോലും 3, അതിനപ്പുറത്തേക്ക് ചെയ്യല്ല. ഇസ്രാഫാണ്. പൈപ്പങ്ങ് തുറന്നിട്ട് കളയുന്നത് ഇസ്രാഫാണ്, അല്ലാഹുവിന് ഇഷ്ടമല്ല. ഭക്ഷണം വേസ്റ്റാക്കുന്നത് റിസ്കിനോട് ചെയ്യുന്ന ദുൽമാണ്, റിസ്കിനോട് ചെയ്യുന്ന നന്ദികേടാണ്, കുഫ്റാനുൻ നിഅമ. അല്ലാഹു പൊറുക്കോ? ഇങ്ങനെ ധൂർത്ത് കാണിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് വല്ലാഹു റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യമായി നിങ്ങളുടെ ചിന്തകൾ അത് അല്ലാഹുവിനറിയാം. ആളുകളുടെ മുമ്പിൽ പത്രാസ് കാണിക്കലാണല്ലേ,
ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. ധൂർത്തി എന്താണ്, എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇതേ സൂറത്തിൽ ഒരായത്തും കൂടെ കഴിഞ്ഞാൽ 29-ാമത്തെ ആയത്ത്, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറാ. ഖുർആൻ പറയാം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്, കൈ ഇങ്ങനെ കഴുത്തിലേക്ക് പിടിച്ച് കെട്ടരുത്. ഒരു 5 പൈസ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി വല്ലതും തരുമെന്ന് ചോദിച്ചാൽ അവൻ കൊടുക്കൂലേ, തരൂല്ല, ഇതെൻ്റെ പൈസയാണ്. പിഷ്കല്ല. അതാണ് കൈ ഇങ്ങനെ നെഞ്ചിലേക്ക് കഴുത്തിലേക്ക് കൂട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. വലാ തജ്അൽ യദക, നിന്റെ കൈ ആക്കരുത്, മഗ്ലൂലതൻ, കെട്ടിവെച്ചതാക്കരുത്, ഇലാ ഉനുഖിക, നിന്റെ കഴുത്തിലേക്ക്. ഞാൻ തരൂല. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്, ഒന്നാകെ കൈയങ്ങ് തുറന്നു വിടുകയും ചെയ്യരുത്. ആകണ്ട സ്പെൻഡ് ചെയ്ത് ആയിക്കോട്ടെ എത്രയായാലും കുഴപ്പമില്ല. ഇങ്ങനെ നീ അമിതമായും ചെയ്യണ്ട, പിശുക്കും ചെയ്യണ്ട. ഫതഖഉദ മലൂമൻ മഹ്സൂറാ, പിന്നെ ആളുകൾ നിന്നെ ആക്ഷേപിക്കും. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പുര വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പോയി. കടക്കാർ വന്ന് ഇടങ്ങാറാക്കാൻ, എന്തിനെ അങ്ങനെ ചെയ്തത്? ഫതഖഉദ മലൂമൻ, ആളുകൾ നിന്നെ ആക്ഷേപിക്കും. മഹ്സൂറ, നീ സങ്കടപ്പെട്ട് കഴിയേണ്ടി വരും. കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം അത് നമ്മുടെ ഈ ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് സുഖം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് സുഖമാണെന്ന് മനുഷ്യന്മാർ വിചാരിച്ചാൽ മതി. ഇതാണ് ഇന്നത്തെ അവസ്ഥ. സാറ്റിസ്ഫാക്ഷൻ അല്ല നമ്മൾ പറയാറുണ്ട്. എനിക്ക് സന്തോഷമാണ്, അതല്ല വിഷയം. എനിക്ക് സന്തോഷമാണ് എന്ന് ബാക്കിയുള്ളവർ വിചാരിച്ചാൽ മതി. എനിക്ക് ഒരു സന്തോഷമില്ല. ഞാൻ ബാങ്കുകാരുടെ വിളി കെട്ടി ഇടങ്ങേറായി ഫോണിൽ എടുക്കാതിരിക്കുകയാണ്. ഇടങ്ങേറായി നടക്കുക. പക്ഷെ ജനങ്ങൾക്ക് തോന്നണം എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് ജീവിതമാണ് അതൊക്കെ? മലൂമം മഹ്സൂറ, സങ്കടപ്പെട്ട് നാണം കെട്ടുള്ള ജീവിതം. എന്ത് ചെയ്തതെന്നറിയോ? ഒരു കല്യാണം വന്നപ്പോഴേക്കും കൊടുത്തു, ഒന്നാകെ എല്ലാം കൊടുത്തു മോൾക്ക്. തൊട്ടപ്പുറത്ത് വിവാഹപ്രായമെത്തി കഷ്ടപ്പെട്ട് നിൽക്കുന്ന എത്രയോ പെൺകുട്ടികളപ്പുറത്തുണ്ടായിരിക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാഹു തആല വളരെ വളരെ എളുപ്പമാക്കിയ നിക്കാഹിന് ചെറുപ്പക്കാർക്ക് ധൈര്യമില്ലാതെ വന്നത്. കല്യാണം കഴിക്കണമെങ്കിൽ പൈസ എത്ര വേണം? അതിൻ്റെ പേരിൽ വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്നത്, അതിൻ്റെ പേരിൽ അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് ചെറുപ്പക്കാരുകളും പോകുന്നത്. എന്തേ? മോളെ കെട്ടിക്കാൻ പൈസ ആയിട്ടില്ലല്ലോ. ഈ പൈസ വേണമെന്ന് ചോദിച്ചു വരുന്ന ചെറുപ്പക്കാരന് മനസ്സിലാക്കണം. ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, സ്ത്രീധനം എന്ന് പറയുന്ന സംഗതി തെളിച്ച് മനസ്സിലാക്കുക. മനസ്സിലായ ആളുകളാണ് നിങ്ങൾ, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ രീതി മഹർ കൊടുത്ത് വിവാഹം ചെയ്യലാണ്. ആണ് പുരുഷൻ മഹർ കൊടുക്കണം, എന്നിട്ട് പെണ്ണിനെ സ്വീകരിക്കുക. പെണ്ണിൻ്റെ വാപ്പ എന്താ ചെയ്യേണ്ടത്? ഒന്ന് അവൾക്ക് വേണ്ട ഡ്രസ്സ് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്തോട്ടെ, ആഭരണോ പുതിയാപ്പിള വാങ്ങിച്ചു കൊടുത്തോട്ടെ, വാപ്പാക്ക് കഴിയുന്നത് വാപ്പ കൊടുത്തു ആയിക്കോട്ടെ, ആഭരണം മറ്റു കാര്യങ്ങളും ജ്വൽസൊക്കെ വേണോ പുതിയാപ്പിള വാങ്ങിച്ചു കൊടുത്തോട്ടെ. വിവാഹത്തിൻ്റെ ചെലവ് പോലും പുതിയാപ്പിള വഹിക്കണം എന്നാണ് നേരെ തലമുറച്ച്. നമ്മുടെ ഇവിടൊക്കെ ഇപ്പം അങ്ങനെ നടക്കണത്. അതുകൊണ്ടും കുടുങ്ങിയതുണ്ട്. മഹറിൻ്റെ ഖലാ ഉൽ മഹർ, മഹർ ഒരുപാട് ചോദിക്കുന്ന പെണ്ണുങ്ങൾ അങ്ങനെയാവരുത്. ഏറ്റവും ബർക്കത്തുള്ളവർ അഖല്ലു കുന്ന മുഹൂറ, മഹർ വളരെ കുറച്ച് ചോദിക്കുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മഹറല്ലേ ചോദിക്കുന്ന സ്ത്രീധനാണ്. ഞങ്ങൾ 10 പവൻ മഹർ തരട്ടോ, നിങ്ങൾ സ്ത്രീധനം തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തിനാ ഈ 10 എന്ന് പറഞ്ഞത്? അതിനപ്പുറത്തൊരു 0 100 തരണം എന്നല്ലേ? ചെറിയ 100 പവൻ മഹർ. യാ അല്ലാഹ്, വാപ്പ കുടുങ്ങിയില്ലേ? എന്തിനാ ഇതൊക്കെ? സമ്പത്തിനോടുള്ള ആർത്തി. അല്ലാഹു നിങ്ങൾക്ക് കരിഹലക്കും ഖീല വഖാൽ വകസറത സുആൽ വഇളാഅത്തൽ മാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായി, കരിഹലക്കും, അല്ലാഹു നിങ്ങൾക്ക് വെറുത്തിട്ടുണ്ട്. മൻഅൻ വഹാത്തിൻ ഖീല വഖാൽ കസറത സുആൽ വഇളാഅത്തൽ മാൽ. ഇത് 4 അല്ലാഹുവിന് വെറുപ്പാണ്. നമ്മളതൊക്കെ കൊണ്ടടക്കുകയാണ്. കരിഹലക്കും, അല്ലാഹുവിന് വെറുപ്പാണ്. മൻഅൻ വഹാത്തിൻ, കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെ പിടിച്ചു വെക്കുക, ശമ്പളം കൊടുക്കാതിരിക്കുക, കൊടുക്കേണ്ട ഇൻസെൻറ്റീവ് കൊടുക്കാതിരിക്കുക, ഒരാളുടെ സർവീസ് മണി കൊടുക്കാതിരിക്കുന്ന മുതലാളിമാർ ഹറാമാണ്. കരിഹലക്കും, അല്ലാഹുവിൻ്റെ വെറുപ്പാണത് ചെയ്യരുത്. മൻഅൻ, അവകാശപ്പെട്ടത് കൊടുക്കാതിരിക്കുക. ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. കടം കൊടുത്തിട്ടുണ്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക, മൻഅ ചെയ്യുക, തടഞ്ഞു വെക്കുക. പിന്നെ ഹാത്തിൻ, ഇങ്ങോട്ട് പോരട്ടെ, അവന് കിട്ടേണ്ട ഒരവകാശവുമില്ല, പക്ഷേ വെറുതെ പോരല്ലേ, കാട്ടിലെ തടി എങ്ങനെ പറയാല്, തേവരുടെ ആന വലിയടാ വലി, കിട്ടുന്നത് പോന്നോട്ടെ, ചെയ്യരുത്. മൻഅൻ വഹാത്തിൻ, വിവാഹത്തിൽ നമ്മൾ ചെയ്യുന്നത് ഹാത്തിൻ, ഇങ്ങോട്ട് വരട്ടെ, ഹാത്ത് ആപ്സെ ആയേത്തോ ആനേതേ, കിട്ടുകയാണെങ്കിൽ പോന്നോട്ടെ, അതന്നെ അതിൻ്റെ അർത്ഥമല്ലേ, ആപ്സെ ആയേത്തോ ആനേതേ. ഈ പരിപാടി നമ്മൾ നിർത്തിയേ പറ്റൂ.
ലാ യഹില്ലു മാലു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ അൻ റിളാ നഫ്സി. സ്ത്രീധനം പറ്റുമോ പറ്റൂലേ ഭയങ്കര ഡിബേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല, അത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ലാ യഹില്ലു മാലു ഇംറിഇൻ മുസ്ലിമിൻ, മുസ്ലിമായ ഒരു മനുഷ്യന്റെ സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് അനുവദിക്കില്ല. ഇല്ലാ അൻ റിളാ നഫ്സിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ പരിപൂർണമായ പൊരുത്തമില്ലാതെ നിങ്ങൾക്കൊരു സമ്പത്തും അനുവദിക്കപ്പെടുന്നില്ല. അപ്പൊ മനസ്സിലായി ഏതൊക്കെ ഹലാൽ ഏതൊക്കെ ഹറാം. ഇതാണ് ഹദീസ്. ലാ ളററ വലാ ദിറാർ, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കരുത്, നിങ്ങൾ ബുദ്ധിമുട്ടാവുകയും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ സമ്പത്ത് അയാളുടെ തൃപ്തിയില്ലാതെ എടുക്കാൻ പാടില്ല. അത് മുതലാളിയുടേത്, മുതലാളിയുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കലോ എടുക്കലോ ആകട്ടെ, എന്തോ ആകട്ടെ, ഒരാളുടെ സമ്പത്ത് ഇഷ്ടമില്ലാതെ എടുക്കാൻ പാടില്ല. ഇതെല്ലായിടത്തും ബാധകല്ലേ? അത് വിവാഹത്തിലേക്കും ബാധകമാണ്. മക്കളെ കെട്ടിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന വാപ്പമാർ 20, 30, 40 കൊല്ലം ഗൾഫുകളിൽ വന്ന് ജീവിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പറമ്പും വാങ്ങിച്ചു വെച്ച സ്ഥലവും ഒരുപാട് കൊല്ലത്തെ അധ്വാനങ്ങളുടെ കണ്ണിനീർ ഒരു മോളെ കെട്ടിച്ചയക്കാൻ വേണ്ടി ഇതൊക്കെ വിറ്റുകൊടുക്കുന്ന വാപ്പയുടെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നോ റിളാ നഫ്സ്, പരിപൂർണ പൊരുത്തത്തിലെ ഞാൻ എൻ്റെ മരുവിന് കൊടുക്കണത് എന്ന് ഒരു വാപ്പക്ക് തോന്നോ? മുഅ്മിനെ, ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. നിങ്ങൾക്ക് ഹലാലല്ല. വാപ്പ തരുന്നത് നീ ചോദിച്ചത് കൊണ്ടാവാം. പെണ്ണിന്റെ വാപ്പ നിനക്ക് തരുന്നത് നാട്ടിലെ മാമൂലുകൾ വെച്ചിട്ടാകാം. വാപ്പ തരുന്നത് നിന്റെ പുരക്കാർ ആക്ഷേപിക്കും. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന് പൊന്നില്ലല്ലേ, പെണ്ണിന് സമ്പത്തില്ലല്ലേ, ഇത് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ നിന്റെ പുരക്കാർ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുന്ന പേടിയുള്ളത് കൊണ്ട് എൻ്റെ വിയർപ്പിൻ്റെ, എൻ്റെ അധ്വാനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ മുഴുവനും സമ്പത്ത് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ തരുന്ന വാപ്പ റിളാ നഫ്സോടുകൂടെ അല്ല തരുന്നത്. അത് തൃപ്തിയുള്ള സമ്പത്തല്ല. പിന്നെ ഏതപ്പ ഹലാലാവുക? ഏത് സ്ത്രീധനമാണ് ഹലാലാവുക? അതും പറഞ്ഞുതരാം. നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിട്ട് ഒരാൾ നിങ്ങൾ ചോദിക്കാതെയോ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയോ നാട്ടിലെ മാമൂകൾക്ക് വഴങ്ങാതെയോ പുതിയാപ്പിളയായി വരുന്ന സ്വന്തം മകളിൻ്റെ പുതിയാപ്പിളയാകുന്ന ആൾക്ക് ആ വാപ്പക്കുള്ള സമ്പത്ത് ഹലാലായ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഔദാര്യമായി ഓശാരമായി മൂപ്പര് തന്നു, നിങ്ങൾക്കായിട്ട് തരണം. അപ്പോഴേ അത് നിങ്ങളുടേതാവുള്ളൂ. വാപ്പ സ്ത്രീധനം കൊടുക്കുന്ന പെണ്ണിൻ്റെതാണ്. പെണ്ണിൻ്റെ സമ്മതം ഉണ്ടെങ്കിലേ പുതിയാപ്പിളക്കാവുള്ളൂ. അത് അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. നമുക്കങ്ങനെ പറയാൻ പറ്റൂ. അന്നിപ്പോൾ ഇതൊന്നും ഓർമ്മയില്ലായിരുന്നു. അന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട് 2 ലക്ഷം വരട്ടെ, കാരണം എനിക്ക് 4 ലക്ഷത്തിൻ്റെ ഓഫർ ഒഴിവാക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. പൊന്നാര മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം, തിരിച്ചു കൊടുത്തേക്ക്. ഇന്ന് കുറച്ച് പൈസ കയ്യിലായിട്ടുണ്ടെങ്കിലേ അന്ന് അമ്മോഷൻ തന്നത് അമ്മോഷനോട് പറയേണ്ടത് നിങ്ങളെ സ്വത്ത് ഞാൻ തിരിച്ചു തരാമെന്ന്. പിന്നെ അമ്മോഷൻ ബേജാറാവും, പഠിച്ചവൻ്റെ കുട്ടീനെ തിരിച്ചേൽപ്പിക്കുമോ ഇതേപോലെ. അല്ലല്ല, അത് അവർക്കാക്കി കൊടുക്കേൻ. അതെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ പേരിലാക്കി കൊടുക്കേൻ. അല്ലെങ്കിൽ ചോദിക്കണം, വാപ്പ നിങ്ങൾ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടോ? ആ മോനെ ഇപ്പം ഞാൻ പൊരുത്തപ്പെട്ടു. അന്ന് പൊരുത്തപ്പെട്ടോ എന്ന് അറിയേണ്ടത്. അപ്പോഴത് ഹലാലാവുള്ളൂ. പിന്നെ എങ്ങനെ നമ്മൾ ചോദിക്കുക? എങ്ങനെ സ്വന്തം മക്കൾക്ക് കല്യാണം ചെയ്യുമ്പോൾ വാപ്പാർ ബാർഗൻ? ഇപ്പം എന്താ പരിപാടി? അങ്ങനെയല്ലേ? നമ്മൾ സ്ത്രീധനമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഏട്ടൻ കല്യാണം കഴിച്ചപ്പോൾ 200, 300 കൊണ്ടുവന്നത്. പെങ്ങളെ കെട്ടിച്ചു കൊടുത്ത് നമ്മൾ 200, 10 ലക്ഷത്തിൻ്റെ കാറും ഇതൊക്കെ കൊടുത്തത്. എന്നാലും നമുക്കൊന്നും വേണ്ട, നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് നല്ല കുട്ടിയായാൽ മതി. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ജാതി നാടകങ്ങളൊന്നും ഈ ഇബാദത്തിൽ പറ്റൂല. സമ്പത്തുണ്ടാക്കണ അന്തസ് ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കി. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുക്കും മാലു മുവരിസിഹി അഹബ്ബു ഇലൈഹി മിമ്മാലി, ആർക്കാണ് നിങ്ങളിൽ സ്വന്തം സമ്പത്തിനേക്കാളും അനന്തരമായി കിട്ടുന്ന സ്വത്ത് ഇഷ്ടമുള്ളത്? ആരാണ് നിങ്ങളിൽ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങളിൽ ആർക്കും അത് ഇഷ്ടമല്ല നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളായി അധ്വാനിക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ എന്നാ ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അല്ലാ, അങ്ങനെ കിട്ടാണ്ടോ? എന്നാ മോശം മരിച്ചു പോയാൽ നമുക്ക് ഇരുന്നിട്ട് തിന്നാൽ പോരെ, ഒരു പണിയെടുക്കണ്ടല്ലോ. അങ്ങനെ കിട്ടാൻ സ്വത്തുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കിട്ടുന്ന വളവന്മാരുണ്ട്. വാപ്പാക്ക് എത്ര സ്വത്തുണ്ട്? എന്തിനാ സഹോദര, വാപ്പാക്ക് എത്ര സ്വത്തുണ്ട്? മുതലാളിമാർക്കേ കല്യാണം കഴിച്ചു കൊടുക്കുക. അതിനൊന്നും ഞാൻ എതിര് പറയില്ല. പക്ഷേ ഒക്കെ മനസ്സിലാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇത് വഹ്യാണ്. ഇത് അള്ളാഹു ഹബീബിന് പറഞ്ഞു കൊടുത്ത ഹബീബ് നമുക്ക് പറഞ്ഞു തരാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തോന്നിയ പോലെ ചെയ്തേക്കാം, പക്ഷേ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഹക്ക് ഇങ്ങനെയാണ്, സന്തോഷത്തിൻ്റെ മാർഗം ഇതാണ്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സന്തോഷം വേണം അങ്ങനെ എടുക്കുക. അല്ല, ഒരു സ്ത്രീധനം കൊടുത്ത് പിന്നെ കാലാകാലം. ഇനി അതുമാത്രമല്ല അത്ഭുതം, സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്ന് കല്യാണം സ്ത്രീധനം വേണ്ട. അല്ല, ഇവന് വല്ല കുഴപ്പമുണ്ടോ? ഇതിപ്പോൾ രണ്ടാം കല്യാണത്തെ ആണോ? ഇങ്ങനത്തെ അന്തവും ബോധമില്ലാത്ത അമ്മായിമാരും മോശന്മാരും. ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ വിചാരിച്ച് ഞാനിത് ചെയ്യൂല, പടച്ചോൻ എനിക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ കച്ചവടത്തിനല്ലേ വന്നത്, എൻ്റെ കണ്ണ് സൂക്ഷിക്കാനും എൻ്റെ ശരീരം സൂക്ഷിക്കാനും അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ വിവാഹത്തിലേക്ക് വരാൻ. അങ്ങനെ വരുന്നൊരു ചെറുപ്പക്കാരൻ ഞാൻ മഹർ കൊടുത്തവളെ സ്വീകരിക്കാം. ഈവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയെയോ കല്യാണം കഴിക്കാൻ വേറെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണം കഴിച്ചു പോയി. അവർ ചോദിച്ചു ഞങ്ങൾക്ക് 10 ലക്ഷം വേണം, കൊടുത്തു. ഓനാണ് ആൺകുട്ടി. ആര് പറയാ? ഈ വാപ്പ പറയാ. പിന്നെ ഈ ഒന്നുമില്ലാതെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുപോയ ചെറുപ്പക്കാരൻ, ഓനൊന്നൊരു കഥ അറിയില്ല. ഓൻ അബുദാബിലെ 1-ാം ക്ലാസ്സും കിട്ടി തെരുപ്പ് കയറി വന്നതാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്, ഓന് ലോകം അറിയില്ല. ഇവനല്ലേ ബഹുമാനം കൊടുക്കേണ്ടത്, ഇവനെയല്ലേ ആദരിക്കേണ്ടത്, ഇവനല്ലേ നന്മ ചെയ്തത്. ആ നന്മയെ മനസ്സിലാക്കാനുള്ള കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവനെ സ്വീകരിച്ച് ആശീർവദിച്ച് സന്തോഷം പറഞ്ഞ് നീയാണ് മോനെ നന്മ ചെയ്തവൻ എന്നവന്റെ പുറകിൽ കൊട്ടിക്കൊടുക്കേണ്ട വാപ്പമാർ, പെണ്ണിന്റെ വാപ്പയുടെ അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, ഇവരൊക്കെ എന്ത് ചെയ്യും? നമുക്ക് അന്വേഷിക്കട്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അതുകൊണ്ടാവും ഇങ്ങനെ വരുന്നത്. അല്ല മുഅ്മിനെ, ഈമാൻ ഹൃദയത്തിൽ കയറിയത് കൊണ്ടാണ് ഇവനിങ്ങനെ വന്നത്. നീ മനസ്സിലാക്ക്, അർഹിക്കുന്ന ബഹുമാനം കൊടുക്ക്. ഇനി ആരും ബഹുമാനിച്ചില്ലെങ്കിലും പൊന്നു മുഅ്മിനെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമുക്കങ്ങനെ ചെയ്യാൻ അതിലാണ് ഇസ്സത്ത്. അള്ളാഹു തരുന്ന ഇസ്സത്ത് അതാണ്. അല്ലാത്തൊക്കെ ഒരു തരം അടിമത്വമാണ്, അറിഞ്ഞോ അറിയാതെയോ ഉള്ളൊരു അടിമത്വമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റബ്ബിൻ്റെ മുൻനിർത്തിയിട്ട് മഹർ കൊടുത്ത് ജീവിതത്തിലേക്ക് സ്വീകരിച്ച് കുടുംബിനിയായി കഴിയേണ്ട ഒരു പെണ്ണ്, അങ്ങനെ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട നിക്കാഹ് അതിൻ്റെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങ് നടന്നു കഴിഞ്ഞാൽ അത് ഇബാദത്താണ്. അല്ലെങ്കിൽ അവിടെ നടന്നത് മുഴുവനും ഇഖ്വാനു ശയാത്തീൻ, അവിടെ കൂടിയത് പിശാചിൻ്റെ ആളുകളാണ്. അപ്പോഴാണ് കോലം കെട്ടാൻ തുടങ്ങിയത്. അപ്പോഴാണ് ധൂർത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോഴാണ് പാവപ്പെട്ട ആളുകൾ പോലും ഇതിലേക്ക് മത്സരിക്കാൻ തുടങ്ങി. നമ്മുടെ സുഹൃത്ത് ഇവിടെ പ്രസംഗിച്ചവൻ പറഞ്ഞു, അന്ത്യനാൾ വരുന്ന സമയത്ത് ആളുകൾക്ക് 2 ചിന്തയെ വരുള്ളൂ. അത് ഹദീസാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിർ സമാന വരുമ്പോൾ 2 ഹമ്മുകൾ, ഹമ്മുഹുൽ ബത്ന് വൽ ഫർജ്, തിന്നലും ഭോഗിക്കലും, ഇത് മാത്രം ചിന്ത കൊണ്ട് നടക്കുന്നൊരു കാലം അന്ത്യനാളിൻ്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കുക, നാട്ടിലൊക്കെ കണ്ടല്ലേ കുഴിമന്തി എന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കുക തന്നെ, അതന്നെ മെയിൻ ഹോബി. ഇപ്പം അതന്നെ, എങ്ങോട്ടാണ് നമ്മൾ പോണത്? അവിടെ പോവുക. ഹമ്മുഹുൽ ബത്ന് വൽ ഫർജ്, പിന്നെ ഭോഗിക്കുക, സുഖിക്കുക, വിചാരം ചെയ്യുക, തോന്നിവാസം ചെയ്യുക, ഭക്ഷണം കഴിക്കുക. ഇത് 2 കാര്യങ്ങൾ, ഇത് മാത്രം തലയിൽ കൊണ്ട് നടക്കുന്നൊരു യുവസമൂഹം. അവർ കല്യാണം അങ്ങനെ തന്നെയാണ്. അവർ കല്യാണത്തെ കാണുന്നതും അങ്ങനെയാണ്. വളരെ പാവപ്പെട്ട ആളുകൾ പോലും മത്സരിക്കാൻ. ഒരാൾ വളരെ സങ്കടപ്പെട്ടൊരു അനുഭവം പറഞ്ഞു. വളരെ പാവപ്പെട്ട യതീമുകളെ പോലെ കഴിയുന്ന പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ 2 പവൻ എൻ്റെ പവൻ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറയുമ്പോഴേക്കും ആ 2 പവൻ ജ്വല്ലറി പോയി വാങ്ങിക്കുമെന്ന് ഇവിടുന്ന് വിളിച്ചു പറയാൻ. പാവപ്പെട്ട 26, 28 വയസ്സുള്ള കുട്ടികളെ കെട്ടിക്കാൻ ആ പെണ്ണിൻ്റെ പുരക്കാരി കുട്ടികൾ ചെന്നിട്ട് അവിടുന്ന് 2 പവൻ സ്വർണം വാങ്ങി ഒരു വളയുടെ പണിക്കൂലി 8000. ആരെയും വാങ്ങണത്? 5 കാശിന് വകയില്ലാത്ത പെൺകുട്ടികൾ. വെറുതെ സ്വതക്കയായൊരു സഹോദരൻ 2 പവൻ തരാമെന്ന് പറഞ്ഞപ്പോൾ 16,000 ഉറുപ്പിക അതിന് പണിക്കൂലി മാത്രം. സ്വർണത്തിൻ്റെ ഇത് വേറെയും. ഉളുപ്പില്ലാതെ ആഭാസം കാട്ടുന്ന കാലം. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? യാ അല്ലാഹ്. സമ്പത്ത് അർആഹു ഇസ്തഗ്ന, മനുഷ്യന് സമ്പത്തുണ്ടെന്ന് തോന്നുമ്പോൾ തോന്നുന്ന അഹങ്കാരമാണ്. ഖുർആൻ പറഞ്ഞു കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ അർആഹു ഇസ്തഗ്ന. മറുപടി എന്താണെന്നറിയോ? ഇന്ന ഇലാ റബ്ബിക റുജ്അ, റബ്ബിലേക്ക് നീ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരപ്പോ. ഇതാണ് റബ്ബിന്റെ മറുപടി. പൈസ ഉള്ളവൻ എന്തും ചെയ്യാൻ പറ്റുമോ? അല്ലാഹു തആല സമ്പന്നനെ പരീക്ഷിക്കുന്നത് സമ്പത്ത് കൊണ്ടാണ്, പൈസ ഇല്ലാത്തവനെ പരീക്ഷിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. ആരോഗ്യമുള്ളവൻ അള്ളാഹു പരീക്ഷിക്കുന്ന ആരോഗ്യം കൊണ്ടാണ്. ഇൽമുള്ള ആളുകൾ അള്ളാഹു പരീക്ഷിക്കുന്നത് ഇൽമു കൊണ്ടാണ്. വിവരമില്ലാത്ത ആളുകളെ പരീക്ഷിക്കുന്നത് വിവരമില്ലായ്മ കൊണ്ടാണ്. ഏതൊന്നാണോ അള്ളാഹു നമുക്ക് നൽകിയത് അത് നമ്മുടെ പരീക്ഷണത്തിന്റെ വഴികളാണ്. അതിൽ നമ്മൾ വിജയിച്ചോ ഇല്ലയോ അള്ളാഹു നോക്കുന്നു. നമുക്ക് വിജയിക്കാൻ പറ്റണം. നശിപ്പിക്കരുത്. വലാ തുബദ്ദിർ തബ്ദീറാ. കോലം കെട്ടി വരിക, ആഭാസങ്ങൾ ഇഷ്ടം പോലെ, വസ്ത്രങ്ങൾ ഓരോ ഫംഗ്ഷനും ഓരോ സാരി. ഇപ്പം അങ്ങനെയാണല്ലേ, മേടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമായി. പെണ്ണുങ്ങൾ അതങ്ങ് മനസ്സിലാക്കി ജീവിക്കുകയാണ്. ഒരിക്കട്ടതിനൊക്കെ ഇടാൻ പറ്റൂലല്ലോ. ആരവരൊക്കെ ക്വീൻ എലിസബത്തോ? നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ ഒരിക്കട്ട വസ്ത്രം ഇനൊക്കെ ഇടാൻ വയ്യാന്ന്. അത് കണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്.
വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ദുർവ്യയം ചെയ്യല്ലേ, അത് അള്ളാഹുവിന് ഇഷ്ടമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര പള്ളിയിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഹാബിയെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിൻ്റെ ദിക്റുകൾക്കോ മറ്റൊന്നും കാത്തു നിൽക്കാതെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങി പോകുന്നുണ്ട്. കുറേ ദിവസമായി കണ്ടപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പോകാൻ കാരണം? ഒന്നുമല്ല നബിയേ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഔറത്ത് മറച്ച് നിസ്കരിക്കാൻ കഴിയുന്ന ഒരു വസ്ത്രമേ ഉള്ളൂ. അത് ഞാൻ എടുത്ത് നിസ്കരിക്കാൻ അങ്ങയുടെ പള്ളിയിൽ വന്നാൽ അവൾക്ക് നിസ്കരിക്കാൻ ഉടുപ്പില്ല. ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഖളാഇന്റെ മുമ്പായി പുരയിലെത്തിയാലേ എൻ്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ പറ്റൂ. ഞാൻ എടുത്ത വസ്ത്രം കൊടുത്ത് റൂമടച്ച് വെച്ച് ഞാൻ ഇരിക്കണം എൻ്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ ശരീരം മറയണമെങ്കിൽ എൻ്റെ ഭാര്യയുടെ വസ്ത്രം കൊണ്ട് മുഴുവനും ശരീരം മറക്കാൻ പറ്റുന്ന വസ്ത്രമില്ല, അതുകൊണ്ട് എൻ്റേതും കൂടെ കൊടുക്കണം. അങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്യാനാണ് നബിയെ ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഉടനെ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇരിക്കുന്ന സ്വഹാബത്തെ കാര്യമായിട്ട് നമുക്ക് സഹായിക്കണം. നമ്മൾ പാവപ്പെട്ടൊരു സഹോദരൻ്റെ വസ്ത്രങ്ങളില്ല, പ്രയാസത്തിലാണ്, സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവരും കൊടുത്തു. കുറേ പൈസ കിട്ടി. ഈ പൈസയുമായി നിസ്കാരം കഴിഞ്ഞ് വരാൻ നേരം വൈകിയപ്പോൾ ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തേന്ന് വരാൻ നേരം വൈകിയല്ലോ ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ റസൂൽ ഈ വിഷയം അറിഞ്ഞു, തങ്ങൾ ഒരുപാട് സഹായിച്ചു. അമാ തഷ്തകില്ലാഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിയത്തായ പെണ്ണിൻ്റെ മറുപടി എൻ്റെ സഹോദരിമാരെ, ഉമ്മമാരെ ചെവി തുറന്ന് കേൾക്കണം. ഈ പെണ്ണ് തൻ്റെ ഭർത്താവ് പൈസയും വസ്ത്രങ്ങളുമായി പുരയിലേക്ക് വന്നതിന് മറുപടി പറഞ്ഞത്, അമാ തഷ്കില്ലാഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ പറ്റിയുള്ള പരാതി അള്ളാഹുവിൻ്റെ റസൂലിനോട് നിങ്ങൾ പറഞ്ഞോ ഭർത്താവേ? അള്ളാഹു നമുക്ക് പൈസ തരാത്തതും അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നതും അള്ളാഹിൻ്റെ റസൂലിനോട് നിങ്ങൾ പോയി പറഞ്ഞു കൊടുത്തോ? ഇത് അള്ളാഹുവിനെ കുറ്റം പറയലല്ലേ? എൻ്റെ റബ്ബ് നൽകിയില്ലെന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള പരാതി അള്ളാഹിൻ്റെ റസൂലിനോട് നിങ്ങൾ പറഞ്ഞോ? ഇത് ചോദിക്കുന്ന പെൺകുട്ടികൾ, ഇത് ചോദിക്കുന്ന ഉമ്മമാർ, ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങൾ, അവരാ നമുക്ക് സമൂഹത്തിന് ആവശ്യം. എന്ത് ധൂർത്തുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പട്ടിണി പാവങ്ങൾ ജീവിക്കുന്ന ലോകത്താണ് അള്ളാഹുവിൻ്റെ ഈ നിഅമത്തുകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു തരാത്തത് അള്ളാഹിൻ്റെ റസൂലിനോട് നിങ്ങൾ പരാതി പറഞ്ഞോ? ഇതെനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, പറയാൻ പാടില്ലായിരുന്നു. എന്ത് നിങ്ങൾ പറഞ്ഞു? അള്ളാഹുവിനെ പറ്റിയുള്ള പരാതിയല്ലേ ആ പറഞ്ഞത്? ഇങ്ങനെ ചിന്തിക്കുന്ന സഹാബിയത്ത്. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു നാട്ടുകാർക്ക്, ഇങ്ങനെ ചിന്തിക്കുന്ന വീട്ടുകാർക്ക് ആകാശലോകങ്ങളുടെ റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ ശരീരങ്ങൾ തമ്മിൽ അള്ളാഹുവിനെ മുൻനിർത്തി ജീവിതത്തിലേക്ക് കടക്കുന്ന ആളുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ഏറ്റവും ആദ്യത്തെ ആവശ്യം അവർ അള്ളാഹുമായി ബന്ധിക്കലാണ്. സന്തോഷമുണ്ടാകാൻ അടിച്ചു പൊളിച്ചിട്ടോ കുറേ വസ്ത്രം ഉണ്ടാക്കിയിട്ടോ കുറേ ഭക്ഷണം വിളമ്പിയിട്ടോ അതൊന്നും അല്ല സന്തോഷത്തിൻ്റെ മാനദണ്ഡം. അതല്ല സന്തോഷത്തിൻ്റെ മാനദണ്ഡം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി തങ്ങൾ എഴുന്നേറ്റാൽ വയഖ്റുജു മിൻ ബൈതിഹി മുത്തജിഹൻ ഇലാ ബൈതി ഇബ്നതിഹി, പൊന്നാരമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊരന്റെ അടുത്തുകൂടെ അങ്ങനെ നടന്നു പോകും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നു, യാ അലിയു യാ ഫാത്തിമ അലാ തുസല്ലൂന റകഅതൈനി ഖബ്ലൽ ഫജ്ർ. ഫാത്തിമ, അലിയേ, സുബ്ഹിന്റെ മുമ്പായിട്ട് 2 റകഅത്തെങ്കിലും തഹജ്ജുദ് നിങ്ങൾ നിസ്കരിക്കണില്ലേ? ഖൂമാ, എഴുന്നേൽക്കിൻ ഭാര്യ ഭർത്താക്കന്മാരെ. അമാ തുസല്ലൂന റകഅതൈനി ഖബ്ലൽ ഫജ്ർ, ഫജ്റിന്റെ മുമ്പ് 2 റകഅത്തെങ്കിലും നിസ്കരിക്കണ്ടേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. എന്തേ? അള്ളാഹുമായി ഹൃദയം ബന്ധിപ്പിക്കുമ്പോഴാണ് ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവുന്നത്. കുഞ്ഞ് പ്രസവിച്ചാൽ പിന്നെ ബാധ്യത, കല്യാണം, നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചിലവൊക്കെ തീർന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചിലവ് തുടങ്ങണത്. അതിന് ഒരു പിരിവും കിട്ടൂല. പ്രസവത്തിന് കൊണ്ടുപോകണം അല്ലേ? പ്രസവിച്ച് കഴിഞ്ഞാലുള്ളത് സൽക്കാരങ്ങൾ, തക്കാരങ്ങൾ തിന്ന് മനുഷ്യന്മാർക്ക് കൊളസ്ട്രോളും പ്രഷറുമാണ്. ആകെ ഇടങ്ങാറായിട്ട് നടക്കുകയാണ്. എന്തിന് നമ്മളിതൊക്കെ വരുത്തി വെച്ചു?
നമ്മൾ ഗൾഫുകാർ ശ്രദ്ധിച്ച് അതൊക്കെ നടക്കൂട്ടോ. നമ്മളാണ് ഈ നാട്ടിനെ ഇടങ്ങാറാക്കുന്നത്, നമ്മളാണിത് ഇടങ്ങാറാക്കുന്നത്. അർറാഹുസ്തഗന, കയ്യിൽ പൈസ വന്നില്ലേ, 4 കാശ് കയ്യിൽ കിട്ടിയില്ലേ, അപ്പം നമുക്കൊന്ന് കാണിക്കണം എന്ന് തോന്നുകയാണ്. ഇതൊക്കെ അഹങ്കാരമാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ കൽബിൻ്റെ ഉള്ളിൽ എന്താണ് ഈ കല്യാണ സമയത്ത് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത്, എന്തിനാണത് പോകുന്നത്, ഇത് അള്ളാഹുവിന് അറിയാൻ കേട്ടോ. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, ധൂർത്ത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹു പറയാൻ ആമുഖം വെച്ച ആയത്താണിത്. നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം അള്ളാഹുവിനറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ബോധം നൽകുമാറാകട്ടെ. വീട്ടിൽ ഒരു സൗകര്യങ്ങളില്ലെങ്കിൽ പോലും അവിടെ സന്തോഷമുണ്ട്. അത് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആഹ് മിൻ ദഹ്രി, ഊരക്ക് വയ്യ, ഊരവേദന ഉണ്ട്. മിൻ കസറത്തി ഹംലിൽ മിയാഹി അസ്നാ അമലി. അലി റളിയല്ലാഹു തആല അൻഹു മദീനയിലെ ഒരു തോട്ടക്കാർക്ക് വെള്ളം കോരി ഒഴിച്ച് നനച്ചു കൊടുക്കുന്ന ജോലി ചെയ്തിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ജോലി അതായിരുന്നു. ജോലി വെള്ളം കോരിയിട്ട് എന്ത് ചെയ്യുക, കൃഷി നനച്ചു കൊടുക്കുക. ഊരവേദന വന്നു. ആഹ്മെന്ന് കഴിയില്ലല്ലോ ഫാത്തിമ, ഇനി ജോലി എടുക്കാൻ വയ്യല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ആഹ്മിൻ യദീ, എൻ്റെ കൈ കൊണ്ടും മിനത്ത് ത്വഹീനി വൽ അജീൻ, ഗ്രൈൻഡറിൻ്റെ കല്ലെടുത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് കൈകളൊക്കെ മുറിവ് വന്നിട്ട് വ്രണങ്ങൾ നിറഞ്ഞിരിക്കാൻ, എൻ്റെ കൈ കൊണ്ട് ഇനി അധ്വാനിക്കാൻ വയ്യല്ലോ. കല്യാണം കഴിഞ്ഞ് അന്ന് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിൻതു സഅദ്, അലി തങ്ങളുടെ ഉമ്മയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹ, അവരോട് പറഞ്ഞു, ഉമ്മ, വെള്ളം കൊണ്ടുവരേണ്ട കാര്യം, വെള്ളം വീട്ടിലേക്ക് എത്തിക്കേണ്ട കാര്യം അത് ഉമ്മ ചെയ്യുക. ഭക്ഷണ സംബന്ധമായത് പൊടിക്കേണ്ടതും ഉണക്കേണ്ടതും പരത്തേണ്ടതും ചുടേണ്ടതും ഇതൊക്കെ ഫാത്തിമ ചെയ്തോളും വീട്ടിൽ, അത് ഉമ്മാക്ക് പ്രയാസമുള്ളതാണ്. പക്ഷെ വെള്ളം ഉമ്മ എത്തിച്ചു കൊടുക്കുക, ഞാൻ അധ്വാനിക്കാനും പോകാം. ആര് പറയാ? അലി റളിയല്ലാഹു അൻഹു. എന്തായി പറഞ്ഞതിനർത്ഥം എന്നറിയോ? ഒരു പെൺകുട്ടി പുരയിലേക്ക് വന്ന അമ്മായിമാക്ക് പിന്നെ ഇല്ലാത്ത അസുഖമല്ല, കാലുകൊണ്ട് വയ്യ, ഊരക്ക് വയ്യ. ഈ പുതിയ പുരയിന്ന് പോയൊരു കുഴപ്പമില്ല, കണ്ണൂർക്കാർക്കത് മനസ്സിലാവില്ല. പക്ഷെ പെണ്ണ് താമസിക്കേണ്ട ഭർത്താവിൻ്റെ പുറക്കാണ്. ഹദീസ് അങ്ങനെയാണ്. അള്ളാഹിൻ്റെ റസൂല് അറണ്ടാക്കി കൊടുത്ത് ഫാത്തിമ ബി പുരക്ക് താമസിപ്പിച്ചോ? ഇല്ലല്ല, ഒരു വേറെ പുരക്കാണ് താമസിച്ചത്. അപ്പോൾ അവിടെയുള്ള വലിയൊരു മുതലാളിയുണ്ട്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അവർക്ക് മദീനത്തിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവരാ നബി ഞങ്ങൾക്ക് പാർക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തത്. അപ്പോൾ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, ലഅല്ലക തഷ്താഖു ലിഖുർബി ഫാത്തിമ, ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ മോളെ, അപ്പം മോളെ ഒന്ന് അടുത്തേക്ക് കിട്ടണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലേ റസൂലെ, നിങ്ങൾക്ക് അടുത്ത് വീട് വേണം, ഞാൻ കുറച്ച് സ്ഥലം തരണോ, അതാ ചോദിക്കണത്. ആര്? ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല. ഉമ്മാക്ക് ഭയങ്കര സേവനം ചെയ്ത സ്വഹാബിയാണ്. സ്വർഗത്തിൽ കണ്ടു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന ബാറൻ ലി ഉമ്മി, ഉമ്മാക്ക് ഒരുപാട് സേവനം ചെയ്ത ആളായിരുന്നു ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, നഅം, ഫാത്തിമയെ കാണാൻ കൊതിയാവുന്നുണ്ട്, മോള് പോയില്ലേ? കൊതിയാവുന്നുണ്ട്. വലാകിന്നന അക്സർന അലൈക യാ ഹാരിസ, പക്ഷേ നമ്മൾ ഒരുപാട് നിങ്ങളോട് ഇടങ്ങാറാക്കിയില്ലേ, ഇനി എങ്ങനെ നിങ്ങളോട് ചോദിക്കാൻ? റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, യാ റസൂലല്ലാഹ്, മാ തഅഖുദുഹു മിന്നി അഹബ്ബു ഇലയ്യ മിമ്മാ തത്റുകുഹു ലി, നിങ്ങൾ എടുക്കുന്നതാണ് നബിയെ എനിക്കിഷ്ടം, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അതല്ല, നിങ്ങൾ എടുക്കുന്നതാണ് എനിക്കിഷ്ടം നബിയെ, അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ സ്ഥലം തരാം. അങ്ങനെ പറഞ്ഞിട്ടാ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹാരിസത്ത് ബിൻ നുഅ്മാൻ തങ്ങൾ കൊടുത്ത സ്ഥലത്തേക്ക്, മദീന പള്ളിയുടെ അരികത്തേക്ക് താമസം മാറി. പിന്നീട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി അങ്ങോട്ട് താമസം മാറി, സ്വന്തമായിട്ട് പുരയിലേക്ക് പോയി എന്നർത്ഥം, സൗകര്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ. ഉമ്മയോട് അലി തങ്ങൾ പറയാണ്, ഉമ്മ, എൻ്റെ ഭാര്യ ഫാത്തിമ ബീവി വന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് ഒരു പണിയെടുക്കാതിരിക്കേണ്ട, ഉമ്മ ഒരു ജോലി ചെയ്യുക, ഫാത്തിമ ഒരു ജോലി ചെയ്യുക, ഞാനൊരു ജോലിയും ചെയ്യുക. ബട്ട് ഈ ഡിവിഷൻ ഓഫ് ജോബ്സ്, ജോലികൾ എല്ലാവരും ചെയ്യണമെന്ന്, ഒരാളൊന്നും അവിടെ തലയിട്ടിട്ട് ഓടരുത്. എല്ലാവരും അലി തങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കേണ്ടത് സുന്നത്താണ്. ഉമ്മ സഹായിച്ചു കൊടുക്കുക, ഉമ്മാക്ക് പറ്റുന്ന ഉമ്മ ചെയ്യുക, ഭാര്യയ്ക്ക് പറ്റുന്ന ഭാര്യ ചെയ്യുക, എനിക്ക് പറ്റും ഞാനും ചെയ്യാം. അങ്ങനെ ഇരിക്കുകയാണ് അലി തങ്ങൾക്ക് ബാക്ക് പെയിൻ വരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കയ്യിന് ബ്ലിസ്റ്റേഴ്സ്, കൈയാകെ പ്രയാസമായി, അങ്ങനെയും ബുദ്ധിമുട്ടായി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്തേക്ക് പോവുകയാണ്. അലി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, നിങ്ങളൊന്ന് പോയിട്ട് ചോദിക്കുന്നു വാപ്പയോട്, ഹുനൈൻ യുദ്ധം കഴിഞ്ഞതല്ലേ, തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഒരു 1.5 വർഷം മുമ്പത്തെ കഥയാണിത്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് കുറേ അടിമകളും അടിമ സ്ത്രീകളും സമ്പത്ത്, ഇസ്ലാമിന് ഗനീമത്ത്, ബ്യൂട്ടിയെ കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തങ്ങളോട് ചോദിക്കാം, ഉപ്പയോട് ചോദിക്കാം, നമ്മളൊക്കെ അത്യാവശ്യ ഘട്ടത്തിലല്ലേ, ചോദിക്കാലോ. ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞു ഫാത്തിമ റളിയല്ലാഹു അൻഹ, എനിക്ക് നാണാണ്. അലി തങ്ങൾ പറഞ്ഞു, ഞാനും ചോദിക്കൂല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്.
അത് നോക്കി നമ്മളാണെങ്കിൽ ഇടയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂല്ലേ, എൻ്റെ പുരയിൽ നിന്നൊരു സാധനം കൊണ്ടുവന്നിട്ടില്ല. രണ്ടുപേർക്കും ആവശ്യമാണ്. ബാക്ക് പെയിൻ വന്നിട്ട് ജോലി എടുക്കാൻ വയ്യ. ഒരു ഖാദിമിന് പുരയിൽ ജോലിക്ക് ഒരാളെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാൾക്കും പോവാന്ന് പറഞ്ഞു. രണ്ടാളും പോയി. ഒരാൾക്ക് പോകാനല്ല എന്നാണ്, രണ്ടുപേരും പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് വിഷയം പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മറുപടി, നഹ്നു ലാ നഅകുലു സ്വദഖ, സകാത്തിന്റെ സ്വത്ത്, ഗനീമത്തിന്റെ സ്വത്ത് ആലുബൈത്തിന് എടുക്കാൻ പറ്റില്ലല്ലോ, നമുക്കത് വേണ്ട, അത് നമുക്ക് പറഞ്ഞതല്ല, അത് ഈ സമൂഹത്തിലെ പാവപ്പെട്ട മിസ്കീന്മാർക്കും ഫക്കീറുകൾക്കും വിതരണം ചെയ്യാൻ വെച്ചതാണ്, നമുക്കത് വേണ്ട മോളെ അലിയെ, നമുക്കത് വേണ്ട. ഇസ്ബിഖാനി ഇലൽ ബൈത്തി, നിങ്ങൾ വേഗം പുരയിലേക്ക് ചെല്ലി, ഞാൻ അങ്ങോട്ട് വരാം. അലി തങ്ങൾ പറയുന്നു, ഞാനും എൻ്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയും പുരയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതും കാത്ത്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ഞാനും ഭാര്യ ഫാത്തിമ ബീവിയും ഞങ്ങൾ വിരപ്പിലാണ്. ഞങ്ങളങ്ങ് എഴുന്നേറ്റ് നിന്നു. തങ്ങൾ പറഞ്ഞു, മക്കാനക്കും മക്കാനക്കും, നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കിൻ. ഫദഖല മഅനാ ഫിൽ ഫിറാഷ്, ഞങ്ങളുടെ പുതപ്പിലേക്ക് നബി തങ്ങളും കൂടിയിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇച്ചിരി കനപ്പെട്ടിരിക്കുകയാണ്, വാപ്പ തന്നില്ലല്ലോ എന്ന്. അപ്പോൾ മോളെ ഒന്ന് ആശ്വസിപ്പിക്കണം. നബി തങ്ങൾ കൂടെ ഇരുന്നിട്ട് നബിതങ്ങളുടെ കാലിൻ്റെ തണുപ്പ് എൻ്റെ കാലിൽ ഞാൻ അനുഭവിച്ചു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി തങ്ങളും പറയാണ്. വജമഅ റൂസനാ, ഞങ്ങളുടെ തലകൾ നബിതങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചു തങ്ങളുടെ തലയിലേക്ക്, തോൾ പിടിച്ചിട്ട് ഇരുന്നു. ആ ഇരുത്തങ്ങ് നോക്കി, യാ ഫാത്തിമതു യാ അലിയു, അലിയേ ഫാത്തിമ, അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിനൽ ഖാദിം, നിങ്ങൾക്കൊരു വേലക്കാരുണ്ടാവുന്നതിനേക്കാളും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഒരു പറയൂ നബിയെ, ഞങ്ങൾക്ക് പറഞ്ഞു തരിൻ. തുസബ്ബിഹൂനല്ലാഹ 33, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയുക. വതഹ്മദൂനല്ലാഹ 33, 33 തവണ കിടന്നുറങ്ങാൻ ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. വതുകബ്ബിറൂനല്ലാഹ 34, അവസാനമായി 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ഖബ്ലൻ നൗമി, ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട്. ഇത് നിങ്ങൾ ചൊല്ലിയാൽ യക്ഫീകുമല്ലാഹുൽ ഖാദിം, ഒരു വേലക്കാരൻ ചെയ്തു തരുന്നതിനേക്കാളും ഉപകാരം അല്ലാഹു നിങ്ങൾക്ക് വീട്ടിൽ തരുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മോൾക്ക്, സ്വന്തം മരുമകനെ പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കട്ടിലിൻ്റെ വലുപ്പമോ റൂമിൻ്റെ പത്രാസോ ഇതൊന്നുമല്ല സന്തോഷം കിടക്കുന്നത്. നിങ്ങളുടെ കിടപ്പറയിലേക്ക് ചെന്നാൽ അവിടെ അള്ളാഹുവിൻ്റെ പേരുച്ചരിക്കപ്പെടുന്നുണ്ടോ? സുബ്ഹാനല്ലാഹി 33, അൽഹംദുലില്ലാഹി 33, അല്ലാഹു അക്ബർ 34, 100 പൂർത്തിയാക്കി നിങ്ങൾ ഉറങ്ങിയാൽ നിങ്ങൾ ഈ ചോദിച്ച വേലക്കാരെക്കാളും ഖൈർ അതാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അലി തങ്ങളുടെ മറുപടി അറിയോ? ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഖവ്വാനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് ശക്തി തന്നു. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, പെയിനൊക്കെ പോയി. വമാ തറക്തുഹാ മുൻദു ദാലിക്കൽ യൗം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അന്നു മുതൽ ഞാനും എൻ്റെ ഭാര്യയും ഇത് ചൊല്ലാൻ മറന്നു പോയിട്ടില്ല. ഖാലു വലാ യൗമ സുഫീൻ, സുഫീൻ യുദ്ധം നടക്കുമ്പോൾ അന്ന് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ? വലാ യൗമ മഅരികത്തി സുഫീൻ, അന്നും ഞാൻ കടന്നുറങ്ങുമ്പോൾ ഇത് ചൊല്ലിയിട്ടുണ്ടെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. അപ്പോൾ വീട്ടിലെ സൗകര്യങ്ങൾ ഇല്ലാതെയും അള്ളാഹുവിന് സന്തോഷം തരാൻ പറ്റും. സ്വതക്ക ചെയ്തോളി, സ്വതക്ക ഇഷ്ടം പോലെ ചെയ്തോളി. ഞാൻ ചെയ്യുന്നതിന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് ചെയ്താൽ സ്വതക്കല്ല, കാശ് പോയും ചെയ്തു. അത് ചെയ്യുക, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആഭാസമാണ്, അത് ചെയ്യരുത്. ഭാരമാക്കലാണ്. എന്തിനാ ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു ഹദീസുണ്ട്. അബീ ഉമാമത റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം മുൻദിരി തങ്ങളും ഉദ്ധരിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഅയ്തു, ഞാനിങ്ങനെ കാണുകയാണ്, അന്നീ ദഖൽതുൽ ജന്നഹ്, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു.
فإذا أعالي أهل الجنة فقراء المهاجرين وذرار المؤمنين. സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതൊക്കെ ആരാന്നറിയോ? മക്കയിൽ നിന്ന് വന്ന പാവപ്പെട്ട മുഹാജിറുകൾ, അന്നത്തെ മിസ്കീന്മാര്. വദറാരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ കൊച്ചു കുട്ടികൾ മരിച്ചു പോവില്ലേ, അവരൊക്കെയാണ് സ്വർഗത്തിന്റെ ഉന്നത സ്റ്റേജുകളിൽ, ഉന്നതമായ തട്ടുകളിൽ, നിലകളിൽ, ലെവലുകളിൽ കിടക്കുന്നത് അവരാണ്. وَإِذَا لَيْسَ فِيهَا أَحَدٌ أَقَلَّ مِنَ الْأَغْنِيَاءِ وَالنِّسَاءِ. മുതലാളിമാരോ പെണ്ണുങ്ങളോ ഞാൻ അവരെ കണ്ടില്ല സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ. സ്വർഗത്തിലില്ല എന്നല്ല, സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ കയറിയതൊക്കെ പാവപ്പെട്ടവരും മുഅ്മിനീങ്ങളുടെ കുട്ടികൾ, മരിച്ചുപോയ കുട്ടികളുമാണ്. എന്നോട് അല്ലാഹുവിന്റെ മലായികത്ത് പറഞ്ഞു തന്നു നബിയെ, കാരണം എന്തെന്നറിയോ? അമ്മൽ അഗ്നിയാ, മുതലാളിമാർ, ഫഇന്നഹും അലൽ ബാബി യുഹാസബൂന വയുമഹസൂൻ. ചെലവഴിച്ച മുഴുവൻ കാശിന്റെയും കണക്ക് പറയാൻ അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പേ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഹിസാബിൽ, വിചാരണയിലാണ്, വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വഅമ്മൻ നിസാ, പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ കാരണം ഫഅൽഹാഹുന്നൽ അഹ്മറാനി, രണ്ട് ചെമന്ന വസ്തുക്കളാണ് അവരെ പിടിച്ചു വെച്ചത് ഉന്നതങ്ങളിലേക്ക് എത്താതെ. അദ്ദഹബ് വൽ ഹരീർ, സ്വർണവും പട്ടുടയാടകളും വസ്ത്രവും ആഭരണങ്ങളും. ഇതിന്റെ പിന്നാലെ നടന്നിട്ട് പെണ്ണുങ്ങൾക്കും സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ. മുതലാളിമാർക്കോ കണക്ക് പറഞ്ഞു നോക്കുമ്പോഴേക്കും ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള ഒപ്പൊന്നുമില്ല, പിന്നെ എവിടൊക്കെയോ താഴെ തട്ട് കയറിക്കൂടാനേ പറ്റിയിട്ടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു താക്കീത് തരുന്ന ഹദീസാണ്. പെണ്ണുങ്ങൾ പിടിച്ചു വെക്കാൻ കാരണം എന്താ? അൽ അഹ്മറാൻ, സ്വർണം, വസ്ത്രം. വസ്ത്രത്തിൻ്റെ ഒരു ഭ്രമമുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ് ഓരോ സൽക്കാരത്തിനും ഓരോ വസ്ത്രം. ഇതിൻ്റെ പിന്നാലെ നടന്ന് ധൂർത്ത് ചെയ്തിട്ട് അനാവശ്യമായ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടും പെണ്ണുങ്ങൾ പിടിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. ആണുങ്ങൾ അവർ ചെലവഴിച്ച പൈസയുടെ കണക്ക് പറഞ്ഞ് അള്ളാഹുവിനെ ബോധിപ്പിക്കാൻ അവർ പരാജയപ്പെട്ടപ്പോൾ അവരും പിടിക്കവെക്കപ്പെട്ടിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നന്മ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ചരിത്ര പ്രസിദ്ധി ആർജിച്ച മമ്പുറത്തിന്റെ പാവന മണ്ണിനെ പുതുപ്പകിട്ടണിയിച്ച് ഭക്തി സാമഗ്രികളുടെ സമ്പൂർണ്ണമായൊരു വ്യാപാര കവാടം. കുത്തുബ് സമാൻ ബുക്ക് സ്റ്റാൾ, ഓഡിയോസ്, ഗിഫ്റ്റ് ആൻഡ് ക്യാപ് മാർട്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മക്കാമിന് മുൻവശം, മമ്പുറം. മൊബൈൽ 9895512196. വായനയിലൂടെ തൗഹീദിന്റെ സാരപ്പൊരുളുകൾ മനസ്സിൽ ഉൾക്കൊള്ളാൻ ഉതകുന്ന ഇസ്ലാമിക പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, വിവിധ പരിഭാഷകൾ, വിവിധ തരം അച്ചടിയിലുള്ള ഖുർആനുകൾ, ഖുർആൻ പരിഭാഷകളും, ഭക്തികർമ്മങ്ങൾക്ക് അനിവാര്യമായ തൊപ്പികൾ, തസ്ബീഹ് മാലകൾ, അനുഭൂതിയുടെ പരിമളം പരത്തുന്ന അത്തറുകൾ, വീടുകൾക്ക് പ്രൗഢിയും പുണ്യദർശനവുമേകുന്ന ഫ്രെയിമുകൾ, ഫ്ലവർ ഐറ്റംസുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, പള്ളികളിലേക്ക് ആവശ്യമായ തൊപ്പികൾ, അനുബന്ധ സാധനങ്ങൾ, വിവിധ മോഡലിൽ ദഫുകൾ, ടോയ്സുകൾ, കൂടാതെ വിവിധ വിഷയാവതരണത്തിനുള്ള പ്രഭാഷണ സീഡികൾ, മദ്ഹ് ഗാന സീഡികൾ, മാപ്പിളപ്പാട്ട് സീഡികൾ, കഥാപ്രസംഗ സീഡികൾ തുടങ്ങി അനേകം ഇസ്ലാമിക് ഐറ്റംസുകളുടെ അനർക്കവിസ്മയ ശേഖരവുമായി കുത്തുബ് സമാന്റെ മുന്നിൽ ഖുദ്റത്തുടയവന്റെ അനുഗ്രഹത്തോടെ കുത്തുബ് സമാൻ ബുക്ക് സ്റ്റാൾ. तेरी मोहब्बत की महक से ये ज़मीन व आसमान. കുത്തുബ് സമാൻ ബുക്ക് സ്റ്റാൾ, ഓഡിയോസ്, ഗിഫ്റ്റ് ആൻഡ് ക്യാപ് മാർട്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മക്കാമിന് മുൻവശം, മമ്പുറം. മൊബൈൽ 9895512196.